പൂർവ്വം ക്ഷണിക്കും. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കൊച്ച് അനിയന്മാരെ, അനിയത്തിമാരെ, എല്ലാവർക്കും നല്ല നമസ്കാരം. ഇത്തരത്തിലൊരു പ്രോഗ്രാം ഒരുമിക്കാൻ നമ്മുടെ മക്കൾക്കായി എന്ന രീതിയിൽ പേരിൽ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്ന ജനൻ ടി വിക്ക് ആദ്യമായി എക്സൈസ് വകുപ്പിൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ആശംസകളും. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ 5 മിനിറ്റിൽ ഒരു നല്ലൊരു നാടകം നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞു. ഇനി ഇങ്ങനൊരു ബോധവൽക്കരണ ക്ലാസ്സോ നമ്മുടെ പ്രോഗ്രാം ഷെഡ്യൂളിൽ ഒരു ബോധവൽക്കരണ ക്ലാസ് ഉൾപ്പെടെയുണ്ട്. അതിന് എക്സൈസിൻ്റെ ലത്തീഫുണ്ട്. അങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ബോധവൽക്കരണ ക്ലാസ്സിൻ്റെ തന്നെ ആവശ്യമുണ്ടോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു നാടകം അവതരിപ്പിച്ചു. അതിന് ആ കുട്ടികൾക്ക് ഞാൻ വളരെയധികം നന്ദി പറയുകയാണ് എക്സൈസ് വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന്. നമുക്ക് ഒരു പ്രതിജ്ഞ ചൊല്ലാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ മുന്നോട്ട് നീട്ടി നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും നശിപ്പിക്കുന്ന വലിയ വിപത്താണെന്ന് ഞാൻ പൂർണ്ണമായും തിരിച്ചറിയുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് ഇതിനാൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ആരോഗ്യകരവും സമാധാനപൂർണവുമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിനായി എൻ്റെ സുഹൃത്തുക്കളെയും സഹജീവികളെയും ലഹരിയുടെ ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കും. സമൂഹത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഞാൻ സജീവമായി പങ്കുചേരും. ലഹരിമുക്തമായ ആരോഗ്യവും സന്തോഷവുമുള്ള ഒരു നല്ല നാളേക്കായി പ്രവർത്തിക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. നന്ദി. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിലേക്കാണ് കടക്കുന്നത്. ഒരു കുട്ടികളുമായി സംവദിക്കാൻ എക്സൈസിൻ്റെ പ്രിവെൻറ്റീവ് ഓഫീസർ ശ്രീ ലത്തീഫ് കെ സാറാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സാറിനോട് ചോദ്യങ്ങൾ ചോദിക്കണം. നിങ്ങൾക്കൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അത് ധൈര്യമായി ചോദിക്കണം. സംശയങ്ങളൊന്നുമില്ലാതെ ഒരുപാട് അറിവും ആയുധങ്ങളും കയ്യിൽ കിട്ടിയാൽ മാത്രമേ ലഹരി മയക്കുമരുന്ന് എന്ന ഈ മഹാവിപത്തിനെതിരെ അതിശക്തമായ പോരാട്ടം നമുക്ക് നടത്താൻ സാധിക്കും. റെഡിയല്ലേ? റെഡിയല്ലേ? ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ. ശ്രീ ലത്തീഫ് സാറിനെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വിനീത് രവി സാറ്, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, മാധ്യമ പ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഇത്തരം നല്ലൊരു പ്രോഗ്രാം ജനം ടി വി സംഘടിപ്പിച്ചതിനും ഇവിടെ ഇതിന് അവസരം നൽകിയ പാറമേക്കാവ് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനും എക്സൈസ് വകുപ്പിൻ്റെ ഒരു എല്ലാവിധ കടപ്പാടും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതെന്താ അങ്ങനെ ഒരു ശരിയല്ലല്ലോ ഇത്, അല്ലേ? ഞാനൊരു അഭിനന്ദനല്ലേ പറഞ്ഞത്? അപ്പം നിങ്ങൾ എന്തായാലും മിണ്ടാതിരിക്കുന്നത്? നല്ലൊരു കൈയ്യടി കൊടുത്തേ. അവിടെ നിൽക്ക്. സ്റ്റോപ്പ്. ഈ കൈയ്യടി എനിക്ക് വേണ്ട. ഞാനൊരു കൈയ്യടി പഠിപ്പിച്ചു തരാം. എല്ലാവരും ഒന്ന് ഇങ്ങനെ പിടിച്ചോ. എൻ്റെ ആക്ഷനിലൂടെ വരൂ കേട്ടോ.
അല്ലേ? ഇതിനൊരു ഡിസിപ്ലിനും ഒരു ഐക്യവും അല്ലേ ഇല്ലേ? അപ്പോൾ നല്ല ശീലങ്ങൾ നമ്മൾ പഠിക്കണം അല്ലേ? അപ്പോൾ ഒന്ന് ആയി. ഇനി ഇതിങ്ങനെ ക്ലാസ്സിൻ്റെ ഇടയിൽ നല്ല ശീലങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു തരും. അപ്പോൾ കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കാം. അതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇപ്പോൾ ഒന്ന് ഉഷാറാക്കണ്ട നമുക്ക്. ഞാൻ 1 പറയുമ്പോൾ ഹായ് പറയണം, 2 പറയുമ്പോൾ മിണ്ടാതിരിക്കണം കേട്ടോ. 1 പോരാ. ഭക്ഷണം കഴിച്ചില്ലേ? ഫുഡ് കഴിച്ചില്ലേ? ഇല്ലേ? ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് ദൂരത്തുനിന്ന് ബ്ലോക്കിലൊക്കെ പെട്ട് വരുന്ന ആളാണ്, അതാണ് വൈകിയത്. പക്ഷെ എന്നാലും ഞാൻ ഉഷാറാണ് കേട്ടോ. ഓക്കെ, 1 കോൺസെൻട്രേഷൻ അല്ലേ? ഓക്കെ, റെഡി. ഓക്കെ, ഗുഡ്. അപ്പോൾ എല്ലാവരും ഉഷാറല്ലേ? അപ്പം ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ഇതിലൂടെ കേട്ട് ഇതിലൂടെ വിടാൻ പാടില്ല. കാരണം ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ ഇത്തരം ലഹരിയുമായി ബന്ധപ്പെട്ട് ആരും ഇതിലേക്ക് പോകാനുള്ള സാധ്യതയും പോയിട്ടുമില്ല, പോകാനുള്ള സാധ്യത ഇല്ല. ഇനി പോകുന്നവരുണ്ടെങ്കിൽ അതൊരു ചെറിയൊരു മുന്നറിയിപ്പ് നൽകാനാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പണി? അപ്പോൾ നമുക്കിവിടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് എന്താ പണി? നമുക്ക് ഓപ്പറേഷൻ തണ്ടർ, എക്സൈസ് വകുപ്പിൻ്റെ ഓപ്പറേഷൻ തണ്ടർ, അതുപോലെ തന്നെ പോലീസിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഈ 2 ഇതിൻ്റെ മുന്നണി പോരാളികളായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഈ സമൂഹത്തിനും ഈ നാടിനും നമ്മുടെ യുവതലമുറയ്ക്കും വേണ്ടി നിങ്ങൾ ഓരോരുത്തരും വളണ്ടിയർമാരായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായം, ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ട് തേടുന്നതിന് വേണ്ടിയിട്ടാണ് എക്സൈസ് വകുപ്പ്, ഞാനും വിനീത് സാറും ഒക്കെ ഇവിടെ വന്നിട്ടുള്ളത്, ജനൻ TV ഒക്കെ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എക്സൈസിൻ്റെ കൂടെ ഉണ്ടാവില്ലേ? ഉറപ്പാണോ? ഉണ്ടാവില്ലേ? ഓക്കെ. ആ ശബ്ദം പോരാ, ഞാൻ അങ്ങോട്ട് വരാം അല്ലേ? ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ഇവിടെ സ്റ്റെപ്പ് ഉണ്ടോ? വേണ്ട, കുഴപ്പമില്ല. ഓക്കെ. അല്ല, ഒരു ഇത് വേണ്ടേ, സ്റ്റൈലൊക്കെ വേണ്ടേ അല്ലേ? അപ്പോൾ ഓക്കെ, നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. സ്വപ്നം കാണാൻ പഠിച്ചാലോ? ആദ്യം പഠിക്കാം. അതായത് നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് നല്ലൊരു ലക്ഷ്യം വേണം അല്ലേ? ഒരു സ്വപ്നം വേണ്ടേ? എപ്പോഴാണ് സ്വപ്നം കാണാറ് നമ്മൾ? ഒന്ന് പറഞ്ഞേ. എന്തായാലും നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കാൻ പോയില്ല, ഞാൻ കുറച്ച് ചോദ്യം അങ്ങോട്ട് ഇട്ടുതരാം. ലക്ഷ്യം വരുമ്പോൾ സ്വപ്നം കാണും. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, എപ്പോഴാണ് സ്വപ്നം കാണാറ്? ആഗ്രഹങ്ങളുണ്ടാകുമ്പോൾ സ്വപ്നം കാണും. വെരി ഗുഡ്. ഉറങ്ങുമ്പോൾ ഞാൻ സ്വപ്നം കാണാറുണ്ട്. ഇന്ന് മുതൽ റീൽസ് എന്താണ് സ്വപ്നം കാണാറ്? പേടിപ്പിക്കുന്ന സ്വപ്നം കാണാറുണ്ടോ? ഇന്ന് മുതൽ റീൽസ് കാണരുത് കേട്ടോ. മൊബൈൽ ഫോണിൽ റീൽസ് കാണാൻ പാടില്ല. റീൽസ് കാണുന്ന സമയത്ത് ഞാൻ പറയട്ടെ, 1 മിനിറ്റിനകത്ത് നിങ്ങൾ ഇങ്ങനെ മാറ്റി വിടുമ്പോൾ എന്തൊക്കെ ഫീലിങ്സുകൾ വരും? പേടിപ്പിക്കുന്നത് വരും അല്ലേ? വിഷമിപ്പിക്കുന്നത് വരും. പിന്നെന്താ വരിക? നല്ല അറിവുകൾ കിട്ടും അല്ലേ? സന്തോഷം വരും. ചിലപ്പോൾ പേടിപ്പിക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ ഉറങ്ങുമ്പോഴായിരിക്കും പെട്ടെന്ന് പേടിപ്പിക്കുന്ന സ്വപ്നം കാണുക. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇനി മുതൽ മോൻ എന്ത് ചെയ്യാൻ പാടില്ല? റീൽസ് കാണാൻ പാടില്ല. മൊബൈൽ ഫോണിനെ ഒരു നിയന്ത്രണം കൊടുക്കണം. 10 മണിക്ക് ശേഷം രാത്രി സമയത്ത് ആരും മൊബൈൽ കാണാൻ പാടില്ല കേട്ടോ. അത് വിഷയമുണ്ട്. 10 മണിക്ക് ശേഷം ഒറ്റയ്ക്കിരുന്ന് ആരും മൊബൈൽ ഫോണ് കാണാൻ പാടില്ല. അതൊക്കെയാണ് ഇതിലേക്ക് വരുന്ന വഴികൾ. അത് പറയാൻ നിന്നാൽ ഒരുപാട് സൈബർ ക്രൈമിനെ കുറിച്ചൊക്കെ പറയാൻ നിന്നാൽ പിന്നെ എൻ്റെ വിഷയത്തിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് എത്തിയിരുന്നില്ല. ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് സ്വപ്നം കാണാൻ പഠിക്കാം. അപ്പോൾ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ബാക്ക് ബെഞ്ച് കേൾക്കുന്നുണ്ടോ? ഓഡിയബിളാണോ? റെഡിയാണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ APJ അബ്ദുൽ കലാം സാർ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3 കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ. എന്താണ്? 1, അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ബാക്ക് ബെഞ്ചിലിരിക്കുന്നവരാണ് ഉന്നതങ്ങളിൽ എത്തുള്ളൂ എന്ന്. അപ്പോൾ ബാക്ക് ബെഞ്ചിലിരിക്കുന്നവർ, നിങ്ങളെത്തില്ല എന്നല്ല പറയുന്നത്, ബാക്ക് ബെഞ്ചിലിരിക്കുന്നവർ. ഓക്കെ, പറഞ്ഞോളൂ. എന്താണ് 3 കാര്യങ്ങൾ? 1, ഞാൻ പറഞ്ഞല്ലോ, ഡ്രീം വേണ്ടേ? സ്വപ്നം വേണം. പിന്നെ ആ സ്വപ്നം പോവുകയാണെങ്കിൽ എന്ത് വേണം? അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം?
പറഞ്ഞോ. റീല് കാണരുത്. റീല് അയ്യോ എൻ്റെ മോതലേ, റീൽസ് കാണരുത്. അല്ല, ഞാൻ പറയുന്നു അടുത്ത് നല്ലതാണ്, മിടുക്കനായ ഒരു പയ്യനുണ്ട്. ഗോള് വേണം, ഒരു ലക്ഷ്യം. ലക്ഷ്യം അതന്നെ സ്വപ്നം. ഓക്കെ, ദെൻ അതെത്തണമെങ്കിൽ എന്ത് വേണം? ഹാർഡ് വർക്ക്. ഓക്കെ, വെരി ഗുഡ്. ആരാണത് പറഞ്ഞത്? നല്ലൊരു കയ്യടി കൊടുത്തേ. ഓക്കെ, എന്താ പേര്? ആരതി. പിന്നെന്ത് വേണം? ഡ്രീം വന്നു, ഹാർഡ് വർക്ക് വന്നു, കോൺഫിഡൻസ്, അല്ലേ? ഈ 3 കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സ്വപ്നം കണ്ടാലോ? എന്താണ് ഭാവിയിൽ ആകാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ആലോചിച്ചിട്ടില്ല, ആലോചിക്കുക. ഞാൻ ഇപ്പോൾ വരും കുറച്ച് കഴിഞ്ഞാൽ. അടുത്തത് എന്താകണം? എന്തോട്ട്? അയ്യോ അറിയില്ല. ഒന്ന് പോലീസ് ആകണം. ഓ വെരി ഗുഡ്. ഓക്കെ, ഗുഡ്. പോലീസ് ആകണം കേട്ടോ. ഓക്കെ, അപ്പോൾ ലക്ഷ്യം വന്നു. അപ്പം ഞാനൊരു ലക്ഷ്യം കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഉദാഹരണം നിങ്ങളിലേക്ക്, കുറച്ച് ചോദ്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ റെഡി ആയിരുന്നു കേട്ടോ, എല്ലാവരും റെഡി ആയിരുന്നു. ഒരു കാര്യം പറയാം, നമ്മുടെ ദേശീയ നദി ഏതാ? ഈ സാറ് വരണ്ടേരുന്നില്ല, വെറുതെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ ദേശീയ നദി ഏതാണ് മക്കളെ? പറയ്. ഗുഡ്, ഗംഗാനദി അല്ലേ. അതെ, ഞാൻ എന്താ പറയുന്നത് അറിയോ? നിങ്ങളെല്ലാവരും ഒന്ന് കൈയടിച്ചേ. ഇവിടെ എനിക്ക് കുറച്ച് രക്ഷിതാക്കളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, സ്റ്റേജിലും ഇവിടെ കുറച്ച് ടീച്ചേഴ്സൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്ക് മക്കളോട് പറയാനുള്ള ഒറ്റ കാര്യം, വളർന്നു വരുന്ന മക്കൾക്ക്, ചെറിയ കുട്ടികൾക്ക് വേണ്ട 2 കാര്യങ്ങൾ, 2 അപ്രീസിയേഷനാണ് വേണ്ടത്. ഒന്ന് പബ്ലിക് അപ്രീസിയേഷൻ, 2 ഡിപ്ലോമാറ്റിക് അപ്രീസിയേഷൻ. ഈ സാധനം ആവശ്യത്തോളം കൊടുത്തില്ല എങ്കിൽ, അവരെ ചേർത്ത് പിടിച്ചില്ല എങ്കിൽ, ചെറുപ്പം മുതലേ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ വീടുകളിലൊക്കെ വിരുന്നുകാർ വരുന്ന സമയത്ത് ചെറിയ കുട്ടികൾ പെട്ടെന്ന് ചെറിയ കുട്ടികളെ അവരുടെ പൊട്ടിയതും പൊട്ടാത്തതുമായ കളിപ്പാട്ടങ്ങളൊക്കെ പുറത്തിടും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണത്? അറ്റൻഷൻ അല്ലേ? അതായത് വീട്ടിൽ വന്ന വിരുന്നുകാർ കാണാൻ വേണ്ടിയിട്ട്. അത് കുട്ടികൾക്ക് പറയേണ്ട ആവശ്യമില്ല, ഞാൻ രക്ഷിതാക്കൾ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വലിയ തിരക്കിലാവുന്ന സമയത്ത് അവർ നമ്മുടെ കൈകളിൽ ഒരു പടമൊക്കെ വരച്ചിട്ട് ചിലപ്പോൾ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ടീച്ചറാണ് അല്ലേ, എന്താണ് പറയുക സാധാരണ? We will appreciate them for why they have done this. എന്താണ് മനസ്സിലുള്ളത് എന്നുള്ളത് നമുക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, അവർ നന്നായിട്ടുണ്ട് എന്ന് പറയണം, അത്രയല്ലേ പറയുന്നത്? അപ്രീസിയേഷൻ ചെയ്യണം. അത് ആര് പറയണം? അമ്മ പറഞ്ഞാൽ മാത്രം പോരാ. അമ്മ വീടുകളിൽ വന്നിരിക്കുന്ന വിരുന്നുകാരെ കംപ്ലീറ്റ് കാണിക്കണം. അതാണ് അവൻ്റെ ആഗ്രഹം, പബ്ലിക് അപ്രീസിയേഷൻ. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഒരു കുട്ടി ഒരു കാര്യം, ഒരു ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കയ്യടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഗംഗാനദിയാണ് പറഞ്ഞു. ഞാനിത് ഗംഗാനദി എവിടെ എടുക്കാൻ കാരണം, ഗംഗാനദിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു സംസ്ഥാനത്ത് എത്തുമ്പോൾ മാത്രം, മറ്റ് സംസ്ഥാനങ്ങളിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ഗംഗാനദി വലിയ ഇങ്ങനെ പരന്നൊഴുകും, ഭയങ്കര പരന്നൊഴുകുകയാണ്. എവിടെയും അവനൊരു ഡിസിപ്ലിനില്ല, ഒരു അച്ചടക്കമില്ലാണ്ട് ഇങ്ങനെ ഒഴുകുകയാണ്. പക്ഷേ ഒരു സംസ്ഥാനത്ത് എത്തുമ്പോൾ ആ ഗംഗാനദി വളരെയധികം ചുരുങ്ങുന്നുണ്ട്. അവൻ്റെ രൂപത്തിലും അവൻ്റെ ഭാവത്തിലും നാമത്തിൽ പോലും മാറ്റം വരുന്നുണ്ട്. അത് ഏത് സംസ്ഥാനത്ത് എത്തുമ്പോഴാണ്? ശരി, ഈ ഗംഗാനദി എവിടുന്നാണ് ഉത്ഭവ സ്ഥാനം? ഉത്തരാഖണ്ഡിൽ നിന്നും അല്ലേ, ഗംഗോത്രി, അവിടെ നിന്നും ഉത്ഭവിച്ച് 2500 എത്ര കിലോമീറ്ററാണ്? 2525 ആണെന്നാണ് തോന്നുന്നത്. 2525 കിലോമീറ്റർ സഞ്ചരിച്ച് അത് പതിക്കുന്നത് എവിടെയാണ്? ബേ ഓഫ് ബംഗാൾ അല്ലേ. അവിടെ എത്തുമ്പോൾ ഈ ഗംഗാനദിയുടെ പേര് മാറുന്നുണ്ട്. എന്താണ് പേര്? ഹൂഗ്ലി എന്ന് പറയുന്ന നദിയായി മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഞാനിതിവിടെ പറയാൻ കാരണം, ഗംഗാനദിക്ക് മറ്റ് സംസ്ഥാനങ്ങളിലൂടെയൊക്കെ ഒഴുകുന്ന സമയത്ത്
യാതൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ വെസ്റ്റ് ബംഗാളിലെത്തിയപ്പോൾ ബേ ഓഫ് ബംഗാളിൽ പതിക്കുവാനുള്ള ഒരു ലക്ഷ്യബോധം വന്നിരിക്കുന്നു അവനില്ലേ. അപ്പോൾ പരന്നൊഴിക്കാൻ പറ്റുമോ? കലക്ക വെള്ളത്തിൽ പോയിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അവന് അവിടെ എത്താൻ പറ്റുമോ? പരന്നൊഴിക്കാൻ പറ്റുമോ? ഇല്ല. അവൻ്റെ ആ ഒഴുക്കൊക്കെ ഒന്ന് ഒതുക്കി വളരെ ഡിസിപ്ലിനായി അവൻ്റെ നാമത്തിലൊക്കെ വലിയ നല്ലൊരു ഹൂഗ്ലിയില്ലേ, നല്ലൊരു പേരായില്ലേ, ഗൂഗിളല്ല ഹൂഗ്ലി എന്ന് പറയുന്ന നദിയായി മാറുന്നു. അപ്പം നമ്മൾ ഓരോരുത്തരും നമുക്ക് ലക്ഷ്യബോധം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാവത്തിലും നമ്മുടെ നാമത്തിലും പേരിലും ഒക്കെ ചേഞ്ച് ആവും അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. APJ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾ വായിക്കുക, ബുക്ക് വായിക്കുക. ഒരുപാട് അനുഭവങ്ങൾ അതിൽ നിന്ന് ഒരുപാട് കിട്ടും അല്ലേ. വിമാനം പറത്തണം എന്ന് പറഞ്ഞിട്ട് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് നടന്നില്ലേ? എപ്പോഴാണ് നടന്നത്? ഇന്ത്യൻ പ്രസിഡന്റ് ആയപ്പോൾ അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വായന ഒരു ലഹരിയാക്കി മാറ്റണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞു വായന ഒരു ലഹരിയായി മാറ്റണം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങൾ. അപ്പോൾ ഞാനിവിടെ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു ഇവിടുത്തെ കുട്ടികൾക്ക് ഇത്തരം ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ലഹരി ഉപയോഗിക്കുവാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഏറെയാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ പിടിച്ചപ്പോൾ ഫസ്റ്റ് ഇയർ മെഡിസിൻ എന്തോ പഠിക്കണമെന്നാണ് പറഞ്ഞത്. പുള്ളിക്കാരൻ പറഞ്ഞത് എൻ്റെ വീട്ടിൽ ചെറിയൊരു പ്രതിസന്ധി വന്നു, അതിനെ തരണം ചെയ്യുന്ന ആ ഫീലിങ്സ് മാറ്റുന്നതിന് വേണ്ടി, ആ പ്രശ്നം എൻ്റെ വിഷമം മാറ്റുന്നതിന് വേണ്ടി ഒരു കൂട്ടുകാരൻ, നല്ല കൂട്ടുകാരനാ, പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ സഞ്ചരിച്ചപ്പോഴാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നല്ല നല്ല അറിവും വായനയൊക്കെ പ്രോത്സാഹിക്കും. ഇപ്പം നിങ്ങൾ ഒരു ഉദാഹരണം പറയണമെങ്കിൽ, നിങ്ങൾ അരുണിമ സിൻഹയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നല്ല കുട്ടികളാണ്, മിടുക്കന്മാരായ കുട്ടികളാണല്ലോ. അരുണിമ സിൻഹയെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇന്ത്യയിലെ അറിയപ്പെടുന്ന വനിതാ വോളിബോൾ പ്ലെയറാണ്, ആയിരുന്നു. ഇപ്പൊ പക്ഷെ വേറൊരു പേരിലാണ് അവർ അറിയപ്പെടുന്നത്. അറിയോ? അവർക്കൊരു ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നു. വോളിബോൾ പ്ലെയർ, ഇന്ത്യ അറിയുന്ന ഒരു വനിതയാണ് ഞാൻ എങ്കിൽ ഞാൻ ലോകം അറിയുന്ന ഒരു വനിതയായി മാറണമെന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു വനിതയായിരുന്നു ഈ അരുണിമ സിൻഹ. അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നു. ഒരു മുംബൈയിലേക്ക് ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി യാത്ര ചെയ്യുന്ന വേളയിൽ ഒരു ഗുണ്ടാ സംഘം വന്ന് അവരെ ആക്രമിച്ചു. ആദ്യം വന്നത് ഒരാളായിരുന്നു. സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി നേരിട്ട് അവരെ ഓടിപ്പിച്ചു. പക്ഷേ 7ഓളം വരുന്ന ആളുകൾ സംഘം ചേർന്ന് വന്ന് ഇവരെ ആക്രമിച്ച് ഇവരുടെ കയ്യിലുള്ള പണവും മാലയും ഒക്കെ മോഷ്ടിച്ച് അവർ കടന്നു കളഞ്ഞു. തീർന്നില്ല, അവരെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ടു. അവരുടെ വലതുകാൽ പോയി. എന്തായി സ്വപ്നം? ലോകമറിയുന്ന വോളിബോൾ പ്ലെയറായി മാറണമെന്ന് ആഗ്രഹിച്ച് നടന്ന ആ സ്വപ്നം എന്തായി? വലതുകാൽ പോയാൽ ഇനി പറ്റുമോ? ഇല്ല. പക്ഷേ അവർ തിരഞ്ഞെടുത്ത വഴി, വിശ്രമ ജീവിതത്തിൽ അവർ തിരഞ്ഞെടുത്ത വഴിയാണ് വായന ഒരു ലഹരിയാക്കി. ആ വായനയിലൂടെ അവർ വായിച്ച ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, യുവരാജ് സിംഗിനെ കുറിച്ച് അറിയോ നിങ്ങൾക്ക്? ആരാണ്? ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ. വെരി ഗുഡ്. കയ്യടി അവിടെ. അപ്രീസിയേഷൻ വേണം കേട്ടോ. പബ്ലിക് അപ്രീസിയേഷൻ വേണം കേട്ടോ. ഡിപ്ലോമാറ്റിക് അപ്രീസിയേഷൻ വേറെ ഉണ്ട്. അത് ഞാൻ പാരൻറ്റിങ്ങിനുള്ള സംഭവമാണത്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. ഇരിക്കട്ടെ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്? യുവരാജ് സിംഗിന് ഒരു അസുഖമുണ്ട്, ഒരു രോഗമുണ്ട് അല്ലേ. ആ രോഗം എന്താണെന്ന് ഇവിടെ പറയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനുള്ള ആ രോഗം നിലനിൽക്കെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും അദ്ദേഹത്തിൻ്റെ കളിയും കൊള്ളാം എന്നുള്ളത് കൊണ്ട് ആര് ഏറ്റെടുത്തു? ഡൽഹി ഡെയർ ഡെവിൾസ്. 12, കുറേ മുമ്പുള്ള കഥയുണ്ടോ, 12, അത് അപ്പോൾ അവരുടെ ബുക്കിൽ എഴുതിയിട്ടുള്ള സംഭവമാണത്. 12 കോടി രൂപയ്ക്ക് ഡൽഹി ഡെയർ ഡെവിൾസ് അവരെ ലേലത്തിനെടുത്തു. ഈ രോഗമുണ്ടെങ്കിലും ഈ പ്രതിസന്ധി ഉണ്ടെങ്കിലും അവർക്ക് അദ്ദേഹത്തിൻ്റെ കളി കൊള്ളാം എന്നുള്ളത് കൊണ്ടല്ലേ അവർ അതിനെ ലേലത്തിനെടുത്തത്? അന്നുള്ളൊരു ചിന്ത ഈ വായനയിലൂടെ അവർക്ക് വന്നു.
അപ്പോഴവരുടെ ചിന്ത മനസ്സിൽ വന്നു, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഈ കാല് മുറിഞ്ഞു നിന്നിട്ട് മിണ്ടാതിരിക്കുന്നുണ്ട്, നേരെ പോയി റെഡിമെയ്ഡ് കാലം അങ്ങോട്ട് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വോളിബോൾ കളിച്ചാ? നന്നായിട്ടുണ്ട്. റെഡിമെയ്ഡ് കാലിൽ വെച്ചിട്ട് വോളിബോൾ കളിക്കും. അറിയില്ല? ഫുട്ബോൾ കളിച്ചു അത്രേ. ഫുട്ബോളല്ല, അവര് എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ നോക്കി. എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ നോക്കി. നടക്കുവോ? പറ്റും. അവിടെയാണ്, എന്താ പേര്? കൊട്ടിക്ക് കൈയടി. അവിടെ കോൺഫിഡൻസ് അല്ലേ? പറ്റും. അവരിന്ന് 20 വനിതകളിൽ, വികലാംഗയായ 20 വനിതകളിൽ ഗിന്നസ് റെക്കോർഡ് ബുക്കിൽ ഇന്ന് 20 വനിതകളിൽ ഒരു വനിതയാണ് അവർ. 7ഓളം മൗണ്ട് എവറസ്റ്റുകൾ കയറി ഗിന്നസ് ബുക്കിൽ പേര് വന്ന വികലാംഗയായ വനിതയാണ്. വേണമെങ്കിൽ നെറ്റിൽ എന്നിട്ട് ഇതിലൊക്കെ അടിച്ചു നോക്കൂ, നിങ്ങൾക്ക് അവരുടെ ഹിസ്റ്ററി കിട്ടും. അപ്പോൾ ലോകത്തിൽ, നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വരുമ്പോഴും ഇത്തരം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ആയിട്ട് ലഹരി മാഫിയകൾ അവരുടെ അജണ്ട നടപ്പാക്കുവാൻ വേണ്ടി, ഇവിടെ നമ്മുടെ നേരത്തെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ഞാൻ കേട്ടു, അവരുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി അവർ പല രീതിയും നമ്മളെ സമീപിക്കും. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങൾ അവരെ എന്താ പറയുക, നമ്മുടെ ഒരു ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്ന ഒരു സംഭവമാക്കി മാറ്റാൻ വേണ്ടി അവർ ശ്രമിക്കും. അതിലൊന്നും പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഒരു മുന്നറിയിപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും സ്വപ്നം കാണുക, ലക്ഷ്യബോധമുള്ള കുട്ടികളായി വളരുക. അപ്പോൾ നാം ഇതിലിടയിലൂടെ യാത്രയിലൂടെ വരുന്ന പ്രതിസന്ധിയിലൊക്കെ വരുന്ന സമയത്ത് ആരെങ്കിലും നമ്മളെ ഇത്തരം ലഹരി ഉപയോഗിക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സമീപിക്കുമ്പോൾ നോ എന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം നമുക്കുണ്ടാവും അല്ലേ? നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇനി പറഞ്ഞോ ലക്ഷ്യം എന്താകണം ജീവിതത്തിൽ? നോ ടു ഡ്രഗ്സ്. ഓക്കെ. പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലും ആകണ്ടേ? എന്താകണം? പീഡിയാട്രീഷ്യൻ. ഓക്കെ. എനിക്ക് സയൻസ് ഫീൽഡിൽ സയന്റിസ്റ്റ് ആകണം. അങ്ങനൊന്നുമില്ല, തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കട്ടെ, ഇന്ന് വൈകുന്നേരം തീരുമാനിക്കണം. ഓക്കെ, തീരുമാനിക്കണം. ഇവിടെ സർജൻ. ഓക്കെ, തീരുമാനിക്കണം. സയൻസ് ഫീൽഡ് തീരുമാനിച്ചിട്ടില്ല. ഇതൊരാൾ പറഞ്ഞപ്പോഴേ തീരുമാനിച്ചിട്ടില്ല, കോപ്പിയടി അതല്ല. ഓക്കെ, ഇരിക്കട്ടെ. എന്തായാലും കുഴപ്പമില്ല, നേരത്തെ ചോദിച്ചതിനെക്കാട്ടും കൂടുതൽ പേര് സ്വപ്നം കണ്ടു തുടങ്ങി. ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് ചെറുതായിട്ട് അങ്ങോട്ട് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളെ ചെയ്തത് സ്വപ്നം കാണാൻ പഠിച്ചു, ലക്ഷ്യബോധമുള്ള കുട്ടികളായി വളരാൻ പഠിപ്പിച്ചു. അതുണ്ടെങ്കിൽ പിന്നെ ഒരു എക്സൈസിൻ്റെയും പോലീസിൻ്റെയും വലയിൽ ആരും പെടില്ല എന്നുള്ള ഉറപ്പ് 101% ഉറപ്പാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ലക്ഷ്യബോധമുള്ള കുട്ടികളായി വളരാൻ ഇന്ന് വൈകുന്നേരം തന്നെ അവനവൻ്റെ കഴിവനുസരിച്ച് അവനവൻക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ കഴിവനുസരിച്ച് ചിന്തിച്ച് ആലോചിച്ച് ഒരു സ്വപ്നം കണ്ടു വേണം നമ്മൾ ഇന്ന് അല്ലെങ്കിൽ അടുത്ത ദിവസം സ്കൂളിലേക്ക് വരാൻ. ഓക്കെ, റെഡി? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഒരു ക്ലാസ് എടുക്കാം. സാർ, ആ ഒരു പേപ്പർ ഉണ്ട് അവിടെ. ഇവിടെ ഒരു ഇതിൽ ഞാൻ സംസാരിച്ചപ്പോൾ ഒരു മെസ്സേജ് പറഞ്ഞപ്പോൾ ഞാനത് ശ്രദ്ധിച്ചതാണ്. ഈ മദ്യം മയക്കുമരുന്നിനെതിരെയാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയായിട്ടാണ് വിമുക്തി മിഷൻ എന്ന് പറയുന്ന പദ്ധതി രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോൾ മദ്യത്തിനെ പ്രോത്സാഹിക്കുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമുക്കിവിടെ കൊറോണ വന്നില്ലേ, ആ സമയത്ത് പത്രങ്ങളിലൂടെയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. കൊറോണ സമയത്ത് എന്തൊക്കെ ചെയ്യണം? അകലം പാലിക്കണം, കൈ കഴുകണം, പിന്നെ കയ്യിൽ എന്ത് ചെയ്യണം? എപ്പോഴും സാനിറ്റൈസ് ചെയ്യണം. അല്ലേ ചെയ്യണ്ടേ? ഈ സാനിറ്റൈസർ എടുത്ത് മദ്യം
ബാറും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ അടച്ചപ്പോൾ സാനിറ്റൈസർ എടുത്ത് കുടിച്ചിട്ട് വാർത്തകളൊക്കെ വന്നു അല്ലേ? അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സംഭവം നിർത്താൻ പറ്റില്ല. ഇത് നിർത്താൻ വേണ്ടിയിട്ടാണ് എക്സൈസ് വകുപ്പ് എൻഫോഴ്സ്മെൻറ്റിൻ്റെ കൂടെ തന്നെ വിമുക്തി മിഷൻ പദ്ധതി രൂപം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ വിമുക്തി മിഷൻ്റെ ഏറ്റവും വലിയ ഒരു ഡ്രീം എന്ന് പറയുന്നത് നമ്മുടെ വരും തലമുറ 8ാം ക്ലാസ് മുതലുള്ള എല്ലാ കുട്ടികൾക്കും ഇത്രയും ആളുകൾക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുക. ഇതെന്താണ് ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇപ്പോഴത്തെ മദ്യം ഉപയോഗം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്? സയൻസൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ സമൂഹത്തിൽ നടക്കുന്ന ഞങ്ങൾ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്താണ്? ആക്രമങ്ങൾ അല്ലേ? ഒരുപാട് അക്രമ സ്വഭാവങ്ങളിലേക്കൊക്കെ മനുഷ്യർ പോകുന്നു ലഹരിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ, അവയവം പ്രശ്നങ്ങൾ, ശാരീരികമായ പ്രശ്നങ്ങൾ വേറെ, അതുകൂടാതെ സമൂഹത്തിന് ദ്രോഹം ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ വേറെ. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിട്ട് ഇറങ്ങുന്നതാണ്. അപ്പോൾ ഇവിടെ ലൈവ് പോകുന്നത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഓപ്പണായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ നേരിട്ട് അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ. എന്നാലും ഞാൻ പറയാം. ഇവിടെ ഒരു 8 മാസം മുമ്പ് പത്രത്തിൽ ഒരു വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് പത്രത്തിൽ വന്ന വാർത്തയാണ്. അതുകൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത്. പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്, നടന്ന സംഭവമാണ്. സ്വന്തം ഇപ്പം ഞാൻ ഇപ്പോൾ ധൃതി പിടിച്ച് വരുന്ന സമയത്ത് നമ്മുടെ പൂങ്കുന്നത്ത് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഒരു അച്ഛൻ ഒരു ചെറിയ കുട്ടിയെ ഇങ്ങനെ തോളിൽ കിടത്തിയിട്ട് ഇങ്ങനെ നടക്കുന്നൊരു സീന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫീലായി. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഞാനൊരു സംഭവം അറ്റൻഡ് ചെയ്തു. അത് ഒരു അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി. ആ അമ്മ പറഞ്ഞത്, അമ്മയുടെ മുഖത്ത് ഒരു മൂക്കിൽ ഒരു ഉണ്ട. എന്താണെന്ന് ചോദിച്ചപ്പോൾ സ്വന്തം മോന് ചെയറെടുത്ത് അടിച്ചതാണെന്നാണ് പറഞ്ഞത്. അതങ്ങനെ ആ ഒരു ഫീലിംഗ്. ഇന്ന് ഈ ഫീലിംഗ് കണ്ടപ്പോൾ ഇങ്ങനെ തോളിൽ ഇട്ട് വാത്സല്യത്തോടു കൂടി വളർത്തി വലുതാക്കിയ ഈ മക്കളല്ലേ ഇന്നലെ ഞാൻ അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടാക്കിയ ആ കുട്ടിയും എന്നുള്ള ഒരു മനസ്സിനകത്തൊരു ചിന്ത വന്നു. എനിക്കൊരു ഫീലിങ്സ്, ഒരു വിഷമം വന്നു തോന്നി. നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളൊക്കെ, എൻ്റെ അച്ഛനും അതുപോലെ തന്നെ അമ്മയും വേണ്ടപ്പെട്ട മുത്തശ്ശിയും മുത്തശ്ശന്മാരും ഒക്കെ നമ്മളെ എടുത്ത് വളർത്തിയ കുട്ടികളല്ലേ അല്ലേ? അവർക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ അത് ബോധം ഉണ്ടായിട്ടാണോ ബോധമില്ലായ്മ കൊണ്ടാണോ? ബോധത്തോടുകൂടി സ്വബോധത്തോടുകൂടി നമ്മൾ ചെയ്യോ? ഇല്ല. ബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലേ, നമ്മുടെ തിരിച്ചറിവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊക്കെ ആ അച്ഛനുമില്ല, അമ്മയില്ല, അധ്യാപകരുമില്ല, ആരുമില്ല. അതുകൊണ്ട് ഇംഗ്ലീഷിൽ ഓമന പേരിട്ട് വിളിക്കുന്ന സിന്തറ്റിക് ലഹരി എന്ന് പറയുന്ന രാസലഹരി ഇന്ന് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന തിരിച്ചറിവ്. അച്ഛനാരാണ്? കമ്പയറിങ് ഒബ്ജക്റ്റ് അല്ലേ? ഒരു ഒബ്ജക്റ്റിനെ കണ്ടാൽ അത് ആരാണ്? അച്ഛനാണ്, അമ്മയാണ്. അമ്മയോടോ അച്ഛനോടോ എങ്ങനെ പെരുമാറണം, എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ള ആ ഒരു അറിവ് ഇല്ലാതെ പോകുന്നു. അവരോട് എടുത്തു ചാടുന്നു, അവരെ ആക്രമിക്കുന്നു. താമരശ്ശേരിയിൽ ഉണ്ടായ സംഭവം, സ്വന്തം മാതാവിനെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഒരു എല്ല് പൊട്ടിയാൽ എങ്ങനെ ഉണ്ടാവും മക്കളെ? ഒരു എല്ല് പൊട്ടിയാൽ എങ്ങനെ ഉണ്ടാവും മോനെ? വേദന ഉണ്ടാവും, നല്ല രസം ഉണ്ടാവും അല്ലേ? ഇല്ല. എങ്ങനെ ഉണ്ടാവും മക്കളെ? ഒരു എല്ല് പൊട്ടിയാൽ വേദന ഉണ്ടാവോ? നല്ല വേദന ഉണ്ടാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ 22 എല്ല് ഒരുമിച്ച് അങ്ങോട്ട് പൊട്ടി എങ്ങനെ ഉണ്ടാവും? നല്ല വേദന ഉണ്ടാവും. ഓ, ആ എക്സ്പ്രഷൻ കാണും, നല്ല വേദന ഉണ്ടാവും. അങ്ങനെ 22 എല്ല് ഒരുമിച്ച് പൊട്ടുമ്പോൾ എങ്ങനെയാണോ മോൾക്ക് വേദന അനുഭവിക്കുന്നത്, ആ വേദന അനുഭവിച്ച് നൊന്തു പെറ്റ പ്രസവിച്ച അമ്മയുടെ മക്കളാണ് ഞാനും നിങ്ങളൊക്കെ അല്ലേ? ആ അമ്മയ്ക്കെതിരെയാണ് വിരൽ ചൂണ്ടുന്നത്. ആലോചിച്ച് നോക്കൂ. ആര് കാരണം? ഞാനും നിങ്ങളും അല്ല. ഈ പറയുന്ന സിന്തറ്റിക് ലഹരി എന്ന് പറയുന്ന രാസലഹരി, ഈ മാഫിയകൾ നടത്തുന്ന അജണ്ട നടപ്പിലാക്കുന്ന അവർക്കെതിരെ നാം ഒറ്റക്കെട്ടായിട്ട് ഈ വിരൽ അവർക്കെതിരെ എല്ലാവരും ചൂണ്ടണം.
ചെയ്യില്ലേ? അവർക്കെതിരെ ചൂണ്ടണം. അപ്പോൾ ഒരു രസത്തിനും ഒരു സുഖത്തിനും ഒരു കൂട്ടുകാരുടെ പ്രേരണയ്ക്കും വേണ്ടി ആദ്യം ഒരു തവണ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ശരീരത്തിൽ ഇത് കയറാനുള്ള സാധ്യതയുണ്ട്. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ഒന്ന്, ഇവിടെ പെട്രോളിൻ്റെയും അതുപോലെ തന്നെ ടിന്നറിൻ്റെയും പെയിൻറ്റിൻ്റെയും ഒക്കെ മണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം, ഹായ് എന്ത് രസം എന്ന് തോന്നുന്ന എത്ര കുട്ടികൾ ഇവിടെ ഉണ്ട്? ഒന്ന് കൈപൊക്കിയേ. മടിക്കണ്ട, കൈപൊക്കിക്കോ. നല്ല രസമുണ്ട് അല്ലേ? ഇവരെല്ലാവരും ഒന്ന് സൂക്ഷിച്ചോളേ. ഇവരെല്ലാവരും ഒന്ന് സൂക്ഷിച്ചോളേ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, എനിക്കെന്താ പണി? എക്സസൈസിൻ്റെ പണി അല്ലേ? നിങ്ങൾക്ക് എന്താ പണി? പഠിക്കുക. ടീച്ചർക്ക് എന്താ പണി? ടീച്ചർ മക്കളെ പഠിപ്പിക്കുക അല്ലേ? ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട് അല്ലേ? അപ്പോൾ ദൈവം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള കോടാനകോടി കോശങ്ങൾ അടങ്ങിയ ഒരു ശരീരമാണ് നമ്മുടെ ശരീരം അല്ലേ? ഈ കോശങ്ങൾക്കൊക്കെ ഓരോ പ്രവൃത്തികളാണ്. ഓരോരുത്തർക്കും ഓരോ പ്രവൃത്തികളാണ്. അതിലൊരു ഒരാളുടെ ഒരു കോശത്തിൻ്റെ പണി എന്താണെന്നറിയോ? അവൻ ആദ്യം കൊല്ലണം. അവന് എന്താ പണിയെന്നറിയോ? ലഹരി പദാർത്ഥം അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ആളുകൾ, നമ്മുടെ കൂട്ടുകാരോ കൂട്ടുകാരന്മാരോ കൂട്ടുകാരികളോ, നാം അറിയാതെ വല്ല ജ്യൂസിലോ മറ്റ് മിഠായി പോലെയുള്ള, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ തൂഫാൻ പ്രകാരം ഒരു മിഠായി ഫാക്ടറി തന്നെ റെയ്ഡ് ചെയ്തു. ആ മിഠായി ഫാക്ടറി മിഠായിയിൽ അടങ്ങിയിരിക്കുന്നത് ലഹരി പദാർത്ഥം ഉണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? ആ കവറിനകത്ത് നോട്ട് റെക്കമെൻഡഡ് ഫോർ ചിൽഡ്രൻ, നോട്ട് റെക്കമെൻഡഡ് ഫോർ ചിൽഡ്രൻ എന്ന് എഴുതിയിട്ടാണ് അത് സ്കൂളിൻ്റെ പരിസരത്ത് വിൽപ്പന നടത്തുന്നത്. ആലോചിച്ച് നോക്ക്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലഹരി മിഠായി എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുക്കുക, അത് എഴുതുക. ബ്രാൻഡഡ് ആയിട്ടുള്ള മിഠായികൾ മാത്രം വാങ്ങിക്കുക. എന്താണ്? ബ്രാൻഡഡ് ആയിട്ടുള്ള നെയിം ഉള്ള മിഠായികൾ വാങ്ങിക്കുക. ബോംബ് പോലെ വേറെ എന്തൊക്കെ കുറേ ഇറങ്ങുന്നുണ്ട്, ചൈനീസ് പോലത്തെ മിഠായി. നോ, അതൊന്നും വാങ്ങിക്കരുത്. അതൊക്കെ ഇതുപോലെ നമ്മുടെ ലഹരി പദാർത്ഥം നമ്മുടെ ശരീരത്തിനകത്തേക്ക് ചേരുമ്പോൾ ഈ കോശത്തിൻ്റെ പണി എന്താണ്? മിഠായിയിലൂടെയും അറിഞ്ഞോ അറിയാതെയോ ലഹരി പദാർത്ഥം നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ അതിനെ റിസീവ് ചെയ്യുക എന്ന ജോലിയാണ് ഈ കോശത്തിന്. വെൽക്കം വെൽക്കം, വരൂ, നമസ്കാരം, വരൂ, വീണ്ടും തരൂ, വീണ്ടും തരൂ എന്ന് ചോദിക്കുന്ന ഒരു പ്രക്രിയയാണ് ആ കോശം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ഇത്തരം വസ്തുക്കൾ, മണം ഇഷ്ടമുള്ള കുട്ടികളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഹയർ സ്റ്റഡിക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് വളരെയധികം സൂക്ഷിക്കണം. ഇതുപോലെ കുറേ കുട്ടികൾ പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉദാഹരണം കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ മാറുന്നു, നമ്മുടെ യുവതലമുറ മാറുന്നു, പ്രവൃത്തികൾ മാറുന്നു. സ്വന്തം, ഞാൻ പറഞ്ഞ നേരത്തെ പോലെ പറഞ്ഞ പോലെ 22 എല്ല് ഒരുമിച്ച് പൊട്ടുന്ന വേദന അനുഭവിച്ച് നൊന്ത് പ്രസവിച്ച അമ്മയുടെ മക്കളാണ് നമ്മൾ. ആ അമ്മയെ കഴുത്തറുത്ത് കൊന്നിട്ട് എഴുതി വെച്ചിരിക്കുന്നു. എന്താണ് എഴുതിയിരിക്കുന്നത്? ജന്മം നൽകിയതിനുള്ള ശിക്ഷ ഞാൻ വിധിച്ചു. ഒരു 5-8 മാസം മുമ്പ് താമരശ്ശേരിയിൽ നടന്നതാണ്. ജന്മം നൽകിയതിനുള്ള ശിക്ഷ ഞാൻ വിധിച്ചു. ആലോചിച്ച് നോക്കൂ, ഒരു മോനാണ് ചെയ്തത്. അപ്പോൾ അതാരാണ് ഇതിലേക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, NDPS ആക്ടിൽ പറയുന്നത് 0.022 മില്ലിഗ്രാം പോലും കൈവശം വെച്ച് കഴിഞ്ഞാൽ, ഇത് അറിവിലേക്ക് പറയുകയാണ്, ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയം, എക്സൈസ് വകുപ്പ് ഓപ്പറേഷൻ തണ്ടർ പ്രകാരം നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് NDPS ആക്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്, അബ്കാരി ആക്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കോട്ട്പ ആക്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇന്ന് ഹോസ്പിറ്റലുകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് രോഗികൾ വരുന്നത് സ്ത്രീകൾ ഒരുപാട് രോഗമായിട്ട് വരുന്നു. പുകവലി മൂലമുള്ള രോഗങ്ങളായിട്ട് വരുന്നുണ്ട്. എന്താണ്? COPD പോലുള്ള രോഗങ്ങൾ. എന്താണ് COPD? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. അതായത് പുകവലി മൂലം നമ്മുടെ ലങ്സിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഈ അസുഖം. അതെങ്ങനെ ഈ സ്ത്രീകളിൽ, പെൺകുട്ടികളിൽ വരുന്നത്? 2 തരം സ്മോക്കിംഗ് ഉണ്ട് അല്ലേ? എന്താണ്? ഒന്ന് ആക്റ്റീവ് സ്മോക്കിങ്ങും പാസീവ് സ്മോക്കിങ്ങും. ഞാൻ വലിക്കുന്ന സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ അത് ആക്റ്റീവും, ഞാൻ പുറത്തേക്ക് വിടുന്നത് നിങ്ങൾ ശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് പാസീവുമാണ് അല്ലേ? അപ്പോൾ വീട്ടിൽ ഇപ്പം ഞാൻ നേരത്തെ ഒരു ഇതിൽ കേട്ടു, ഇപ്പം ഞാൻ വരുന്ന സമയത്ത് ഒരു പൈപ്പ് അവിടെ കൈ കഴുകാൻ നോക്കുമ്പോൾ അതിനകത്ത് നല്ല ചളിവെള്ളം വരുന്നു, ഗംഭീര ചളിവെള്ളം. ഞാൻ അത് അപ്പുറത്തൊരു വടിയെടുത്ത് ഞാൻ അടിച്ചു പൊട്ടിച്ചു.
ഇതെന്തൊരു കഷ്ടമാണ്, ഈ മുഖത്താകെ ചളിയായില്ല എന്നുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു, ഞാൻ അടിച്ചു പൊട്ടിച്ചു. ഞാൻ ചെയ്ത പ്രവൃത്തി ശരിയാണോ? ഞാൻ പൊട്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ആരെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് വരും. ടീച്ചറെ ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, അവിടെ ഞാൻ ചെയ്ത പ്രവൃത്തി ശരിയാണ് എന്നുള്ളത് എത്ര പേരുണ്ട്? ആരുമില്ല. നല്ല കുട്ടി. ശരിയാണോടാ? ഒരാൾ കൈ കണ്ടു. ശരിയല്ല. ഞാൻ അവിടെ എന്താണ് ചെയ്യേണ്ടത്? പ്രിൻസിപ്പളിനെ കാണണം. ടാങ്കിൽ ചെളിവെള്ളം വരുന്നുണ്ട്, ഇത് ഞാൻ കണ്ടു, ഇനി ഇവിടുത്തെ കുട്ടികൾക്കൊന്നും ഇത് പാടില്ല. എവിടെ ക്ലീൻ ചെയ്യാൻ പറയണം? ടാങ്ക് ക്ലീൻ ചെയ്യാൻ പറയണം അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ രക്ഷിതാക്കളുടെ കാര്യം. നമ്മുടെ രക്ഷിതാക്കൾ ആദ്യം ക്ലീൻ ആകണം, വേണ്ടേ? വീട്ടിനകത്ത് ഇത്തരം മദ്യം, പുകവലി പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം രക്ഷിതാക്കൾക്ക് കൊടുക്കണം, വേണ്ടേ? അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, COPD പോലുള്ള രോഗങ്ങൾ വരുന്നത് വീടിനകത്ത്, അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുന്ന ബസ് സ്റ്റാൻഡുകളിലോ ബസ് സ്റ്റോപ്പുകളിലോ സ്കൂളിൻ്റെ പരിസരത്തോ ആരെങ്കിലും പുകവലിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ദിവസം ശ്വസിക്കുകയാണെങ്കിൽ പാസീവ് സ്മോക്ക് എന്ന് പറയുന്നത് ഏറ്റവും അപകടം പിടിച്ച സ്മോക്കാണ്. എന്താണ്? ഞാൻ പുകവലിക്കുന്നു, എന്നിൽ നിന്നുള്ള രോഗാണു നിങ്ങളിലേക്കും പകരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. പൊതുസ്ഥലത്ത് നിങ്ങൾക്ക് ശല്യമാവും വിധത്തിൽ ആരെങ്കിലും പുകവലിക്കുന്നുണ്ടെങ്കിൽ എന്നെയോ എക്സൈസിനെയോ അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ബന്ധപ്പെട്ടവിടുത്തെ NSSൻ്റെ NCC ആളുകളെ അറിയിക്കുവാനുള്ള ഒരു ഇത് തൻ്റെ ഇടം നിങ്ങൾ കാണിക്കുക. രഹസ്യമായിട്ടായിരിക്കണം. ഇന്ന ബസ് സ്റ്റോപ്പിൽ ഒരു ബംഗാളി സ്ഥിരമായിട്ട് പുകവലിക്കുന്നു, ഞങ്ങൾക്ക് ശല്യമാകുന്നു, അത് നിങ്ങൾ അതിനെതിരെ ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അതുപോലെ തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട് സ്കൂളിലോ പരിസരത്തോ മറ്റ് സ്ഥലങ്ങളിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ രഹസ്യമായിട്ട് അതും പറഞ്ഞിട്ട്, ഞാൻ ഇത് ഉപയോഗിക്കുന്നത് കണ്ട്, ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാട്ടാ, ഞാൻ സാറോട് പറയട്ടെ, അല്ലെങ്കിൽ ഞാൻ എക്സൈസിനോട് പറയട്ടെ, അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് പറയരുത്. ആരോട് പറയരുത്. നിങ്ങൾ പറഞ്ഞത് ആ വ്യക്തിയും നിങ്ങളും മാത്രമേ അറിയാൻ പാടുള്ളൂ. നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു കോട്ട് പേ ആക്ട്, അത് പൊതുസ്ഥലത്ത് പുകവലിക്കുന്നതിനെതിരെ ഞങ്ങൾ എടുക്കുന്ന ആക്റ്റാണ് കോട്ട് പേ ആക്ട്. അവന് ഫൈനൊക്കെ കൊടുത്ത് നമുക്ക് റെഡിയാക്കാം. രണ്ടാമത്തെ കേസ്, സ്കൂളിൻ്റെ 100 വാര അടുത്ത് ആരെങ്കിലും മറ്റ് ലഹരി വസ്തുക്കളോ മിഠായികളോ ഇത്തരം സംശയമായിട്ടുള്ള എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. അതിനൊക്കെയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. തീർന്നില്ല, അബ്കാരി ആക്ട് വിട്. അബ്കാരി മദ്യം കൈവശം വെക്കുന്നുള്ള ഒരു ആക്റ്റാണ്. അടുത്തതാണ് നമ്മൾ വരുന്നത് NDPS ആക്ട്. ശ്രദ്ധിക്കുക, പലപ്പോഴും ഞാനും നമ്മുടെ കമ്മീഷണർ സാറൊക്കെ നേരിടുന്ന ഒരു അനുഭവങ്ങളാണ്. എന്താണ്? പലപ്പോഴും അമ്മമാരും അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ വന്നിട്ട് ഞങ്ങളോട് പറയാറുള്ള ഒരൊറ്റ വാക്കാണ്, കടുകമണി പോലെയുള്ള ഈ സാധനം വെച്ചതിനാണോ ഞങ്ങളെ 6 മാസം ശിക്ഷിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ആ ചോദ്യം ഇരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. NDPS ആക്ട് എന്താണ്? നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പറയുന്നത് സെൻട്രൽ ആക്ടാണത്, ഞങ്ങളല്ല, ഇവിടുത്തെ കേരള ആക്ട് അല്ല, സെൻട്രൽ ആക്ടാണ്. ആ ആക്ടിൽ പറയുന്നത് അതായത് സിന്തറ്റിക് ലഹരി എന്ന് പറയുന്ന ഈ രാസലഹരി ഒരുപാട് വെറൈറ്റികളായിട്ടുണ്ട്, അതൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷെ അതിൽ ഒന്ന് ഏറ്റവും ചുരുങ്ങിയ ഒരു അളവാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കുക, ബാക്ക് ബെഞ്ച്. 0.022 മില്ലിഗ്രാം പോലും കൈവശം വെച്ച് കഴിഞ്ഞാൽ 6 മാസം ജയിലിലേക്ക് വിടണം എന്ന് പറഞ്ഞു. എത്രയാ? 6 മാസം. അതേ ലഹരി വസ്തു തന്നെ 10 ഗ്രാം അങ്ങനെ തന്നെ മുകളിലൊക്കെ പോകുമ്പോൾ 10 വർഷം, 20 വർഷം. തീർന്നില്ല, വീണ്ടും ശല്യം ചെയ്യുകയാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഫാമിലിയുടെ സ്വത്ത് വകകൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും തീർന്നില്ല, വീണ്ടും ശല്യമാണെങ്കിൽ അവനെ തൂക്കിക്കൊല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ NDPS ആക്ട്. എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇതെന്താണ്? ബ്രെയിനിലെ ഈ ബ്രെയിനിൽ എത്ര ലോബുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ബ്രെയിനിനെ? ഈ ബെഞ്ചിൽ ഇരിക്കേണ്ടിയിരുന്നില്ല,
ചോദ്യങ്ങൾ എന്നോട് തന്നെ അല്ലേ. എത്ര ലോബുകളായിട്ട് തിരഞ്ഞിട്ടുണ്ട്? ഇതിൽ 4 ലോബുകളുണ്ട്. ഞാൻ ചോദിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ ഹയർ സ്റ്റഡിയിലൊക്കെ പഠിക്കും. +2 സുവോളജി സെക്കൻഡ് ഇയർ ആണെന്ന് തോന്നുന്നു പഠിക്കും. അതുപോലെ തന്നെ മറ്റേ +1 ഇംഗ്ലീഷിൽ നിങ്ങൾ പഠിക്കാനുണ്ട്. ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്ററൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് +1 പഠിക്കും കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇത് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. 4 ലോബുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ നമ്മളെപ്പോഴും പലപ്പോഴും ശ്രദ്ധിക്കാറില്ലേ, എന്തെങ്കിലും പെട്ടെന്ന് ഓർമ്മ കിട്ടാതെ വന്നാൽ എവിടെയാണ് നമ്മൾ പിടിക്കാറ്? ഇവിടെ അല്ലേ? ഇങ്ങനെ. എന്തുകൊണ്ടാണെന്നറിയോ? ഈ പറയുന്ന ഈ അടയാളപ്പെടുത്തിയ സാധനം ഫ്രണ്ടൽ ലോബ്. 4 ലോബുകളുണ്ട്. അതിലെ ഞാൻ 4 ലോബിനെ കുറിച്ച് പറയുന്നില്ല. ഒറ്റ ലോബിൻ്റെ പ്രധാന ഫങ്ഷൻ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇനി നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാനുണ്ട്. ഓക്കെ, ഒന്ന് ഫ്രണ്ടൽ ലോബിൻ്റെ ഫങ്ഷൻ ഞാൻ പറയാം. ഈ ഫ്രണ്ടൽ ലോബ് എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ ഒന്ന് എൻലാർജ് ചെയ്ത് എടുത്തു പഠിച്ചു നോക്കുമ്പോൾ ഒരു കുട്ടി എന്ന് വിളിക്കുന്നത് 18 വയസ്സ് വരെ മാത്രമേ വിളിക്കാൻ പാടൂ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? WHO പറഞ്ഞിട്ടുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത് ഒരു കുട്ടിയെ കുട്ടി എന്ന് വിളിക്കുന്നത് 18 വയസ്സ് വരെ, അത് കഴിഞ്ഞാൽ കുട്ടി എന്ന് വിളിക്കാൻ പാടില്ല. അതാണ് പലപ്പോഴും പലരും പറയാറ്, ഞാൻ 18 കഴിയട്ടെ, ഞാൻ ശരിയാക്കി തരാമെന്ന് പറയാറ്. ചില കുട്ടികൾ പറയാറുണ്ട്, നമ്മുടെ കുട്ടികളല്ല കേട്ടോ, ഇവിടുത്തെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്, പറയരുത് കേട്ടോ, പറയരുത്. എന്താ കാരണം? നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിൻ്റെ മെച്യൂരിറ്റി ഏജ് വരെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. അതിൻ്റെ മെച്യൂരിറ്റി ഏജ് എത്രയാ? 23 മുതൽ 25 വരെയാണ് ഇതിൻ്റെ മെച്യൂരിറ്റി ഏജ്. ഈ 25 കഴിഞ്ഞാൽ ഞാൻ വായിക്കുന്ന ഈ സാധനങ്ങൾ നമ്മുടെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ഡെവലപ്പ് ആവുള്ളൂ. ഒന്ന്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പ്രൊഡക്ഷൻ. എന്താണ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പ്രൊഡക്ഷൻ? ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിൻ്റെ ഫംഗ്ഷനാണ് ഞാൻ പറയുന്നത്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പ്രൊഡക്ഷൻ. പിന്നെ പറയുന്നു സം മോട്ടോർ സ്കിൽസ്. പിന്നെ പറയുന്നു കമ്പയറിങ് ഒബ്ജക്റ്റ്. ഞാൻ പറഞ്ഞില്ലേ കമ്പയറിങ് ഒബ്ജക്റ്റ്. ഒരു അമ്മയെയും അച്ഛനെയും അധ്യാപകനെയും ഒക്കെ തിരിച്ചറിയാനുള്ള ഇത് ഡെവലപ്പ് ചെയ്യുന്ന ഭാഗമാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ്. വന്നില്ലേ, കണ്ട ഒബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ തലച്ചോറിലാണ് ഈ സാധനത്തൊക്കെ. അപ്പോൾ അതിന് തകരാറ്, അതിലേക്ക് വരാം. അടുത്ത പറയുന്നു അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിയാക്ടിങ് ടു ദി ഫീലിംഗ് ഓഫ് അതേഴ്സ്. ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് ചീത്ത അങ്ങോട്ട് പറയുന്നു, എല്ലാവരെയും വെറുതെ ചീത്ത പറയുന്നു. എനിക്കൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് വിഷമാവുന്നുള്ളൊരു ഫീലിങ്സ് എനിക്കില്ല. അപ്പോൾ എൻ്റെ പ്രശ്നം എന്താ? ബോധമില്ലായ്മ അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിയാക്ടിങ് ടു ദി ഫീലിംഗ് ഓഫ് അതേഴ്സ് അല്ലേ? അതായത് എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവർക്ക് വിഷമമുണ്ടാകും എന്നുള്ള ആ ഫീലിങ്സ് ഡെവലപ്പ് ചെയ്യുന്ന ഭാഗമാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ്. അടുത്ത പറയുന്നു ഫോമിങ് പേഴ്സണാലിറ്റി. ഒന്ന് ഒരിക്കൽ കൂടി വായിക്കുക, ശ്രദ്ധിച്ചിരിക്കുക, ഇതൊക്കെ മനസ്സിനകത്ത് കേൾക്കണം. ഒന്ന് പറയുന്നു സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പ്രൊഡക്ഷൻ, സം മോട്ടോർ സ്കിൽസ്, കമ്പയറിങ് ഒബ്ജക്റ്റ്, ഫോമിങ് മെമ്മറീസ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിയാക്ടിങ് ദി ഫീലിംഗ് ഓഫ് അതേഴ്സ്, ഫോമിങ് പേഴ്സണാലിറ്റി. ഇത്രയും കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഭാഗമാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ്. ഇംഗ്ലീഷിൽ ഓമന പേരിട്ട് വിളിക്കുന്ന സിന്തറ്റിക് ലഹരി എന്ന് പറയുന്ന ഈ രാസലഹരി ചെന്ന് പിടിക്കുന്നത് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിനെയാണെന്നാണ് ഞാനല്ല പറയുന്നത്, ഡോക്ടേഴ്സ് പറയുന്നത്. അതുകൊണ്ടാണ് നാം ഓരോരുത്തരും ഇത്തരം ഈ സിന്തറ്റിക് ലഹരി എന്ന ഈ രാസലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അടുത്തത് ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും പല രക്ഷിതാക്കളും കുട്ടികളും എനിക്കിത് പുറത്തു പറഞ്ഞാൽ, ഞാൻ ഇത് ഉപയോഗിക്കുന്നത് പുറത്തു പറഞ്ഞാൽ ചിലപ്പോൾ സമൂഹത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ, ഞാൻ മോശക്കാരനാകുമോ, എൻ്റെ കുടുംബം മോശക്കാരാകുമോ എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതിനും എക്സൈസ് വകുപ്പ് പരിഹാരം കാണുന്നുണ്ട്. നമ്മളെ മനസ്സിനകത്ത് ഫീഡ് ചെയ്ത് വെച്ചോ. 14405 എന്ന് പറയുന്ന നമ്പറിലേക്ക് ടെലി കൗൺസിലിംഗ് ഉണ്ട്, ടോൾ ഫ്രീ നമ്പറാണ്. അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലി കൗൺസിലിംഗ് കിട്ടും. എല്ലാ പരിഹാരങ്ങളും അവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഒരുപാട് നമ്പേഴ്സൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ വേണമെങ്കിൽ ഇവിടെ ടീച്ചർമാരുടെ അതിൽ നമ്പറിലേക്ക് വിട്ടുകൊടുക്കാം. അവർ നിങ്ങളുടെ ഗ്രൂപ്പിലേക്കൊക്കെ ഇടും. ലഹരി മരുന്ന്, വിദ്യാർത്ഥികൾ ലഹരി മരുന്ന് ഉപയോഗിച്ചാൽ അവരെ എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിരിക്കട്ടെ, അപ്പോൾ കൂടുതലായിട്ട് പറയുന്നില്ല. ഇനി നിങ്ങളുടെ ചോദ്യങ്ങളാണ്, കുഴപ്പിക്കരുത്, ചോദ്യം ചോദിച്ചിട്ട് സാർ നേരം കേട്ടോ. അപ്പോൾ ഇരിക്കട്ടെ, അപ്പോൾ ചോദിച്ചോളൂ സാർ. മോളെ ഒന്ന് പേര് പറയണേ. അങ്കിത സമാന്ത. അങ്കിത സാമന്ത. ഓക്കെ,
ക്ലാസ് ഒന്ന് പറയാമോ? 11A. Many experts believe that peer pressure, academic stress, family conflicts, and even social media contribute to drug abuse and that. So, how does Operation Tufan address these root challenges? അടുത്ത ചോദ്യം പറഞ്ഞു, എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞ പോലെ. 2 ക്വസ്റ്റ്യനുള്ളൂ. ആ, സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ഫാമിലി വിഷയങ്ങൾ എങ്ങനെയാണ്? How does Operation Tufan contribute to these root challenges? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്കിപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ മൊബൈൽ ഫോണിൻ്റെ ഇരുന്നുള്ളൂ. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എങ്ങനെ നമ്മൾ ഇതിനെ മാറ്റാൻ പറ്റുന്നല്ലേ ഉദ്ദേശിച്ചത്? നമ്മൾ സാധാരണ ചെയ്യാറ് ഇത്തരം വിഷയങ്ങൾ നമ്മുടെ കൈകളിലേക്ക് വരുന്ന സമയത്ത് ഇവരെ പ്രീ കൗൺസിലിംഗ് കൊടുക്കും സോഷ്യൽ മീഡിയയിൽ. ഇപ്പം ഞാൻ ഒരൊറ്റ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രക്ഷിതാക്കൾക്കാണ് നമ്മൾ കൊടുക്കുക. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുന്നത്, ഇപ്പോൾ ഈ കൈകൾ നിവർത്തുമ്പോൾ എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ നാളെ വരുന്ന സമയത്ത് ഈ വിരലിൽ ഒരു ബാൻഡേഡ് ഇട്ടിട്ട് വന്നു, എൻ്റെ കൈ മുറിഞ്ഞു. ഞാനിങ്ങനെ കൈകൾ പൊക്കുമ്പോൾ നിങ്ങൾ ഏതിൽ നോക്കും? എല്ലാവരും ശ്രദ്ധ ഏതിലേക്കാ? അറിയാനുള്ള ആഗ്രഹം അല്ലേ? ഓക്കെ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും പറഞ്ഞാൽ രക്ഷിതാക്കളെ വിളിക്കും. സോഷ്യൽ മീഡിയ വഴി ഇത്തരം സംഭവങ്ങളൊക്കെ ഒരുപാട് ഗെയിമുകൾ അതുപോലെ തന്നെ റീൽസുകൾ കണ്ട് ഒരുപാട് 1 മണി വരെയും 2 മണി വരെയൊക്കെ മൊബൈൽ ഫോൺ കണ്ട് സ്ട്രെസ്സ് ഉണ്ടാകുന്ന സമയത്ത് ആ സ്ട്രെസ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടാറുണ്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പാരൻസിന് പറയാറുള്ള കാര്യം, ഈ വിരലിൽ മുറി ഉണ്ടായപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച പോലെ തന്നെ 10 മണിക്ക് ശേഷം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഒറ്റക്ക് ലാപ്ടോപ്പ് എന്ത് സോഷ്യൽ മീഡിയയിലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല. കാരണം പ്രായം അങ്ങനെയാണ് അല്ലേ? നമുക്കെല്ലാവർക്കും മക്കളെ വിശ്വാസമുണ്ട്, രക്ഷിതാക്കൾക്കൊക്കെ വിശ്വാസമുണ്ട്. പക്ഷേ ഈ പ്രായത്തെ വിശ്വസിക്കാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. കാരണം അങ്ങനെയാണ് അതിൻ്റെ പോക്ക്. അപ്പോൾ നമുക്ക് ഒറ്റക്കാണെങ്കിൽ ഈ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും തരത്തിൽ നമുക്ക് വല്ല ഇഷ്ടമുള്ള ഈ ശ്രദ്ധിച്ച പോലെ എന്തെങ്കിലും സാധനം വരികയാണെങ്കിൽ അത് നോക്കാനുള്ള ഒരു സാഹചര്യം ഒറ്റയ്ക്കാണെങ്കിൽ 10 മണിക്ക് ശേഷം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഈ ഉപയോഗം തടയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറയാറുണ്ട്. പിന്നെ ഇതിനെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തിലൂടെ സ്ട്രെസ് റിലീസ് ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുക, ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കുട്ടികളെ സ്വാഭാവികമായിട്ടും നമ്മൾ അവരെ വിളിച്ച് പ്രീ കൗൺസിലിംഗ് കൊടുത്ത് അവരുടെ ഈ മൊബൈൽ ഫോൺ ഉപയോഗത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. തീർന്നില്ല, അവർക്ക് ഞങ്ങളുടെ ചാലക്കുടി ഡി അഡിക്ഷൻ സെൻ്ററുകളിലും അതുപോലെ തന്നെ മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ചോദിച്ചത് എന്താണ്? ഫാമിലി പ്രശ്നങ്ങൾ പലപ്പോഴും ഞങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളത്, ഇപ്പോൾ പലപ്പോഴും കുട്ടികൾ പറയാറുള്ളത് അമ്മയും അച്ഛനും തമ്മിലുള്ള പ്രശ്നം കൊണ്ടാണ് ഞങ്ങളിത് തുടങ്ങിയത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവരെ വിളിച്ചിട്ട് ആദ്യം പാരൻസിനൊരു കൗൺസിലിംഗ് കൊടുക്കും അല്ലേ സാറേ? അപ്പോൾ പാരൻസിനൊരു കൗൺസിലിംഗ് കൊടുക്കും. അതുകൂടെ തന്നെ പാരൻറ്റിങ്ങിൻ്റെ കുറിച്ച് അവർക്ക് എന്താണ് ഇതിൻ്റെ കുറിച്ച് വേണ്ടത്, ഈ കുട്ടികളെ എങ്ങനെ വളർത്തണം. ഇപ്പോൾ ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു, അപ്രീസിയേഷൻ അല്ലേ, ചേർത്ത് പിടിക്കണം. 18 വയസ്സ് വരെ നമ്മുടെ കുട്ടികളെ പലപ്പോഴും പല മാതാപിതാക്കളും 18 വയസ്സ് കഴിഞ്ഞാൽ അങ്ങോട്ട് അഴിച്ചു വിടുക. പക്ഷേ അങ്ങനെയല്ല. ഞാൻ ഈ പറഞ്ഞ
ഈ സാധനം 25 വയസ്സ് വരെ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിച്ചേ പറ്റൂ എന്നുള്ള ഒരു കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. എല്ലാത്തിനും നമുക്കിവിടെ ഈ പറയുന്ന സംവിധാനങ്ങൾ എക്സൈസ് ഒരുക്കിയിട്ടുണ്ട്. ഈ രക്ഷിതാക്കളോട് ചിലപ്പോൾ പലപ്പോഴും രക്ഷിതാക്കൾ പറയും, സാർ അത് പുറത്ത് പറയരുത്, പുറത്ത് പറയാതെ എങ്ങനെ നമുക്ക് ഇതിനെ പരിഹരിക്കാം എന്നൊക്കെ ചോദിക്കും. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ നമ്പർ 14405 കൊടുക്കും. അപ്പോൾ ഞങ്ങളെക്കാട്ടും എക്സ്പേർട്ടായിട്ടുള്ള ഒരുപാട് കൗൺസിലേഴ്സും ഇതിൽ ഉണ്ട്. അപ്പോൾ അവർ ഏത് മേഖലയിലും ആയിട്ടുള്ള ആളുകളാണ്, അവർ നിർദ്ദേശം കൊടുക്കും. അപ്പോൾ നമുക്ക് എക്സൈസിൻ്റെ ഓപ്പറേഷൻ തണ്ടർ പ്രകാരം, അതുപോലെ തന്നെ പോലീസിൻ്റെ തൂഫാൻ പ്രകാരം, ഇപ്പോൾ റീച്ച് എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം ഇപ്പോൾ പോലീസിൻ്റെ കമ്മീഷണറേറ്റിൻ്റെ അപ്പുറത്ത് തുടങ്ങിയിട്ടുണ്ട്. അവിടെയും നമ്മുടെ കുട്ടികളെ, ഇതുപോലുള്ള കുട്ടികളെ കൊണ്ടുപോയിട്ട് കൗൺസിലിംഗ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. എക്സൈസിൻ്റെ വിമുക്തി മിഷൻ പദ്ധതി പ്രകാരം ഇതുവരെ ഈ കഴിഞ്ഞ വർഷം വരെ 1.5 ലക്ഷത്തിൻ്റെ മുകളിൽ ആളുകളെ നമുക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് പറയാൻ 1.5 ലക്ഷം ആളുകളെ നമ്മൾ കൗൺസിലിങ്ങിലൂടെയും അതുപോലെ തന്നെ മറ്റ് രീതിയിലൂടെയൊക്കെ ഇവരെ നല്ല ലഹരിയിലേക്കൊക്കെ നടത്തി തിരിച്ചു കൊണ്ടുവരാൻ പറ്റി എന്നുള്ളൊരു കാര്യവും ഇതിലേക്ക് വയ്ക്കുന്നു. അടുത്തത്. Okay, first of all, thank you, sir, for talking about this to us. It's really helpful, and I would like to thank my school too for arranging this, and Janam TV too. And my question would be that, along with drugs, there is a rising concern regarding high consumption of alcohol and tobacco. How can Operation Tufan and the polices mitigate the rising concern of usage of alcohol and tobacco for the betterment of the societies? മലയാളത്തിലോ? ഓക്കെ സർ, ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ ഇടയിൽ അതൊരു ഡ്രഗ്സിനെതിരെ മാത്രമുള്ളൊരു ക്യാമ്പയിനായിട്ടാണ് മോസ്റ്റ് മെജോറിറ്റി അത് ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ആൽക്കഹോൾ, സിഗരറ്റ്സ്, ടൊബാക്കോ, സോ അതാണ് മോസ്റ്റ്ലി ഇവിടെ ഉള്ളത്. ആൻഡ് ഇതാണ് എല്ലാവർക്കും ഫസ്റ്റ്ലി കിട്ടുന്നത്. സോ ഇതിനെ മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് സർ ആൻഡ് സാറിൻ്റെ ടീം എടുക്കുന്ന എഫേർട്സ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യാൻ ആൻഡ് ഫോർ അവർ ബെറ്റർമെൻറ്റ്? ഡ്രഗ്സിന് എതിരെയാണ് ഒരുപാട് മറ്റേ നമ്മൾ ചെയ്യുന്നതാണ് പറയുന്നത്. അല്ല, ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഡ്രഗ്സ് മാത്രമാണെന്നാണ് എല്ലാവരുടെയും വിചാരം. സോ ഇതിൽ ആൽക്കഹോൾ ആൻഡ് ടൊബാക്കോ ഇതാണ് ഫസ്റ്റ് നമ്മൾ മിറ്റിഗേറ്റ് ചെയ്യേണ്ടത്. സോ ഇതിനെതിരെയായിട്ട് നിങ്ങൾ എടുക്കുന്ന എഫേർട്സ് എന്തൊക്കെയാ? ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് എടുത്ത കേസ്, ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനും ഓപ്പറേഷൻ തണ്ടറും കഴിഞ്ഞതിന് ശേഷം 2 വിഭാഗത്തു നിന്നും കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ അരാക്ക് 5 ലിറ്റർ എടുത്ത്, അപ്പോൾ പേപ്പറിലും TV ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടാവും നിങ്ങൾ, ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ഇവിടെ പത്രമാധ്യമങ്ങളിൽ വരുന്നത് ഡ്രഗ്സിനെ കുറിച്ചാണ് ഒരുപാട് ന്യൂസുകൾ വരുന്നത്. ആൽക്കഹോള്, അതുപോലെ തന്നെ മദ്യം പോലുള്ള വസ്തുക്കൾക്കെതിരെ എന്താണ് എക്സൈസ് വകുപ്പ്, നിങ്ങൾ പോലീസും ചെയ്യുന്നുള്ളത്. ഇവിടെ സാധാരണ ചെയ്യാറുള്ളത് അബ്കാരി ആക്ട് പ്രകാരം 3 ലിറ്റർ ഒരാൾക്ക് കൈവശം വയ്ക്കുക എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്, അനുമതി കൊടുത്തിട്ടുണ്ട് സർക്കാർ അബ്കാരി ആക്ട് പ്രകാരം. പലപ്പോഴും പല ആളുകളും ഈ 3 ലിറ്റർ ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് ഈ ഡ്രൈ ഡേ ദിവസങ്ങളിൽ, അതായത് മദ്യം വിൽപ്പന നടത്താൻ പറ്റാത്ത ദിവസങ്ങളുണ്ട്, ഡ്രൈ ഡേ ദിവസങ്ങളിൽ, ആ ദിവസങ്ങളിൽ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുവാനായിട്ട് സ്റ്റോക്ക് ചെയ്യാറുണ്ട്. ആ വിൽപ്പന നടത്തുമ്പോൾ ഒരു 10, 15, 20 പേര് ഇത് ഉപയോഗിക്കും അവൻ്റെ കൈവശം. അപ്പോൾ സ്ത്രീകൾ പലപ്പോഴും പറയാറുള്ളത്, സാറേ ഇവൻ എൻ്റെ ഭർത്താവ് ബാറിലോ ബീവറേജിലോ പോയി കഴിക്കാറില്ല, പക്ഷേ ഈ ചങ്ങാതി കൊടുത്താലേ കുടിക്കാറുള്ളൂ എന്ന് പറയും. അങ്ങനെ നിരവധി കംപ്ലയിൻസുകൾ നമുക്ക് കിട്ടും. നിരവധി കംപ്ലയിൻസുകൾ കിട്ടിക്കഴിഞ്ഞാൽ, 1, 2, 3 കംപ്ലയിൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവനെ നിരീക്ഷണം നടത്തും. അവിടെ പോയിട്ട് അവനെ കേസെടുക്കും. അപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ ചോദിക്കും, അവൻ്റെ കയ്യിൽ നിന്ന് 2 ലിറ്റർ അല്ലേ കിട്ടിയിട്ടുള്ളൂ? ഞങ്ങളോട് ചോദ്യം വരാറുണ്ട്. അവൻ്റെ കയ്യിൽ 2 ലിറ്റർ അല്ലേ കിട്ടിയിട്ടുള്ളൂ? അബ്കാരി ആക്ടിൽ അവന് 3 ലിറ്റർ കൈവശം വെക്കാനുള്ള അവകാശം നിങ്ങൾ കൊടുത്തിട്ടില്ലേ? പിന്നെ എന്തിനാണ് അവനെ ജയിലിലിടുന്നത് എന്നുള്ള ചോദ്യം വരും. ഇവിടെ വ്യക്തമായി അന്വേഷണം നടത്തി ഞങ്ങൾ അവരെ കംപ്ലയിൻസുകളൊക്കെ കിട്ടി
ഇവൻ വിൽപ്പനക്കാരനാണോ എന്നുള്ളതൊക്കെ ബോധ്യം വരുത്തിയതിന് ശേഷം അവിടെ പോയിട്ട് അവൻ്റെ കയ്യിൽ 1/2 ലിറ്ററാണ് ഉള്ളതെങ്കിലും, അവൻ്റെ കയ്യിൽ 1/2 ലിറ്റർ മദ്യമാണ് ഉണ്ടെങ്കിൽ അബ്കാരി ആക്റ്റിൽ എത്രയാണ്? 3 ലിറ്റർ കൈവശം വയ്ക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവൻ്റെ കയ്യിൽ 1/2 ലിറ്ററാണ് മദ്യം ഉള്ളതെങ്കിൽ അവനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെയിൽ ആക്ട് ഇട്ടിട്ട് അവനെ ജയിലിലേക്ക് വിടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പറയുന്നത്, അബ്കാരി ആക്റ്റിൽ പറയുന്നത് ബ്ലഡ് റിലേഷൻ അല്ലാതെ ഒരാൾക്ക് പോലും മദ്യം കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ആക്റ്റും അതിൽ നിലവിലുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ പുകവലി ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊതുസ്ഥലത്ത് പുകവലിക്കുന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന വഴിയിൽ, ഇപ്പോൾ ഞാനിപ്പോൾ പോകുന്ന വഴിയിൽ ഇപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ബൈക്കിൽ പോകുന്ന സമയത്ത് ഒരാൾ പുകവലിക്കുകയാണെങ്കിൽ എൻ്റെ മൊബൈലിൽ ഒരു ആപ്പുണ്ട്, ട്രഷറിയുടെ ആപ്പുണ്ട്. ആ ആപ്പിൽ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി കാർഡ് കാണിച്ചിട്ട് ഞാൻ എക്സൈസുകാരനാണ്, ഉടനെ എന്ത് ചെയ്യും, ഒരു 200 രൂപ ഫൈൻ കൊടുത്ത് അപ്പം തന്നെ അവന് ഒരു ചലാൻ്റെ നമ്പർ വരും. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴികളിൽ എന്ത് ക്രൈം കണ്ടാലും അപ്പം ആക്ഷൻ എടുക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ പുകവലിക്കെതിരെയും അതുപോലെ തന്നെ മദ്യത്തിനെതിരെയും ഇപ്പോൾ ശക്തമായ രീതിയിൽ ഞങ്ങൾ പോരാടുന്നുണ്ട്. ഡ്രഗ്സിന് മാത്രമല്ല. ഓക്കെ സർ പ്രൊഡക്ഷൻ്റെ കാര്യം ഞാൻ പറയാം. ഇപ്പോൾ പലപ്പോഴും നിങ്ങൾ അന്തം വിട്ട് നിൽക്കാറുണ്ട് അല്ലേ? ഈ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞാലൊക്കെ പേപ്പറിൽ വരും ഇത്ര കോടി രൂപയ്ക്ക് വിൽപ്പന നടത്തിയെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്ര കോടി രൂപയ്ക്ക് വിൽപ്പന നടത്തിയെന്നല്ലേ വരാറുള്ളൂ. ഇത്ര ലിറ്റർ വിറ്റെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഞങ്ങളുടെ എക്സൈസിൻ്റെ കണക്ക് ഞാൻ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ അല്ലെങ്കിൽ മുൻ വർഷത്തേക്കാൾ കുറവാണ്, ലിറ്ററിൻ്റെ അളവിൽ വളരെ കുറവാണ് മദ്യവിൽപ്പന വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, സാറ് ലിറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ എമൗണ്ട് കുറയണ്ടേ എന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഓരോ വർഷവും മദ്യത്തിൻ്റെ വില ടെൻഡർ കൊടുക്കുമ്പോൾ ഇരട്ടിയിലധികം വിലയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ മദ്യത്തിന് നമ്മൾ ഈ വർഷം കൊടുക്കുന്ന വിലയല്ല അടുത്ത വർഷം കൊടുക്കുന്നത്. ക്ലിയർ? ഇരട്ടി ഒരുപാട്, ഇപ്പോൾ 30, 40, 50% ഇരട്ടി വില കൊടുക്കുന്നുണ്ട്, കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് 1 ലിറ്റർ മദ്യം അടുത്ത വർഷം 1/2 ലിറ്റർ ആയാലും പണത്തിൻ്റെ ക്യാഷിൻ്റെ മൂല്യം എന്തായിരിക്കും? കൂടിയിട്ടേ നിൽക്കുള്ളൂ. പക്ഷേ എക്സൈസിൻ്റെ കണക്ക് പ്രകാരം മദ്യത്തിൻ്റെ വിൽപ്പനയുടെ ലിറ്ററുകളുടെ അളവ് കുറഞ്ഞു വരുന്നു. പല ഡിസ്റ്റിലറികളെയും പൂട്ടിയിട്ടുണ്ട്. STF അങ്ങനെയുള്ള പാമ്പാടി ലിസ്റ്ററിലൊക്കെ ഇപ്പോൾ പൂട്ടിയിരിക്കുകയാണ്, കാരണം പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ മദ്യത്തിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, വിൽപ്പനയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഈ ക്ലാസ് കൊണ്ട് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർ ഒരു മിനിറ്റ് സർ, മോനെ ഒരു മിനിറ്റ്. നമ്മുടെ ഒരു കുഞ്ഞു റിക്വസ്റ്റാണ്. നമുക്കിനി ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ സെഷൻ നമുക്കൊന്ന് സ്പീഡപ്പ് ആക്കാം. പെട്ടെന്ന് ചോദിച്ചോളൂ. എനിക്ക് ഉണ്ടായിരുന്ന ഡൗട്ട് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഓപ്പറേഷൻ തുഫാനും അതുപോലെ തന്നെ ഓപ്പറേഷൻ തണ്ടറും അതിലുള്ള എന്താണ് മെയിനായിട്ട് ഡിഫറൻസ് ഉള്ളത്? അതിൻ്റെ ഓപ്പറേഷൻ തൂഫാനും ഓപ്പറേഷൻ തണ്ടർ. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞാൽ പോലീസ് കൈകാര്യം ചെയ്യുന്നതാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞാൽ അതും എക്സൈസിൻ്റെ വകുപ്പുകളെല്ലാം അവരും ഏറ്റെടുക്കും. അബ്കാരി ആക്റ്റും NDPS ആക്റ്റും കോട്ട്വ ആക്റ്റും ഒക്കെ പോലീസിനും ചെയ്യാം. അതുപോലെ തന്നെ ഓപ്പറേഷൻ തണ്ടർ, ഇത് രണ്ട് വകുപ്പാണ്. പോലീസിൻ്റെ വകുപ്പ്, എക്സൈസിൻ്റെ വകുപ്പ്. അപ്പോൾ എക്സൈസിനൊരു പേരിട്ടു, പോലീസിനൊരു പേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടുപേരും ചെയ്യുന്നത് ഒരേ ജോലി തന്നെയാണ്. അബ്കാരി ആക്റ്റും NDPS ആക്റ്റും കോട്ട്വ ആക്റ്റും രണ്ടുപേരും ഒരേ ജോലി തന്നെയാണ് കേട്ടോ. പേര് വകുപ്പ് എക്സൈസ് വകുപ്പ്, പോലീസ് വകുപ്പ് മാത്രം. ഓക്കെ, അടുത്തത്. എനിക്കിത് നല്ല ക്വസ്റ്റ്യൻ ആണോന്ന് അറിയില്ല. എന്നാണ് ചോദിക്കണത്, ഇപ്പോൾ കുറേ പേര് ആൽക്കഹോൾ ആയാലും മദ്യമായാലും സിഗരറ്റ്സ് ആയാലും അവരത് മേടിക്കുന്നുണ്ട്. അപ്പോൾ അവർ കടയിൽ നിന്ന് ബാറിൽ നിന്നൊക്കെ മേടിക്കുന്നുണ്ട്. പക്ഷെ പോലീസിനോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഈ ബാറ് ഒക്കെ ഇല്ലീഗൽ അങ്ങനെ ചെയ്തുകൂടാ. കാരണം നമ്മൾ ഓൾറെഡി ഇത് ഫോർബിഡ് ചെയ്യുന്നുണ്ട്. അതായത് മദ്യം ഇതൊക്കെ ബാറിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ നിറയെ വാങ്ങിക്കുന്നു, ഇത് നിർത്തിക്കൂടെ എന്നുള്ളതാണ് അവൻ്റെ ചോദ്യം. ശരിയാണ്. ഞാൻ നേരത്തെ ആദ്യം തുടക്കം ഒരു കാര്യം പറഞ്ഞു അല്ലേ, നമ്മുടെ കൊറോണ സമയത്ത്
അല്ലെങ്കിൽ മദ്യം മറ്റേ ബാറൊക്കെ അടച്ച സമയത്ത് ഇവിടെ ഈ ആളുകൾ മറ്റേ എന്താ പറയുക സാനിറ്റൈസർ പോലുള്ള സാധനങ്ങളും വാറ്റ് ചാരായം ഉണ്ടാക്കുന്ന, ഞങ്ങൾക്കൊക്കെ കൊറോണ സമയത്ത് ഓഫീസിൽ ചട്ടിയും പാത്രങ്ങളും നിറഞ്ഞു. എന്താ കാരണം? ഇതും സർക്കാർ ഈ പറയുന്ന 3 ലിറ്റർ കൊടുക്കാതെ വന്നപ്പോൾ അവരുടെ മാർഗം സ്വീകരിച്ച് കുറേ പേരുടെ കണ്ണുപോയി, കാഴ്ച പോയി. ഇവർ തോന്നിയ പോലെ വാറ്റി ഉപയോഗിക്കാൻ തുടങ്ങി കിട്ടാണ്ടായപ്പോൾ. അപ്പോൾ ഇത് ഘട്ടം ഘട്ടമായിട്ട് നമുക്കിതിനെ മാറ്റാനേ പറ്റുകയുള്ളൂ. ഘട്ടം ഘട്ടമായിട്ട് മാറ്റാം. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയണമെങ്കിൽ, ചൂല് അല്ലേ അടിച്ചു വരും. ഈ ചൂലിൽ അഴുക്ക് പറ്റി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അടിച്ചു വാരില്ലേ? വൃത്തിയാകാതിരിക്കുമോ? ഇല്ല അല്ലേ? അപ്പോൾ ഇവിടെ ചില ഈ ചോദ്യം എന്ന് പറയുന്നത്, എക്സൈസ് തന്നെ ഇതിന് ലൈസൻസ് കൊടുക്കുന്നു, എക്സൈസ് തന്നെ ഇത് വേണ്ടാന്നും പറയുന്നു. അപ്പോൾ അത് ഒന്ന് മൊത്തമായിട്ട് നിർത്തിക്കൂടെ എന്നാണ് ചോദ്യം അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചൂലിൻ്റെ ഉദാഹരണം പറയാൻ കാരണം, കുറച്ച് അടുക്കൊക്കെ ഉണ്ട്, അതായത് ബാറിന് ലൈസൻസ് കൊടുക്കുന്നു, മറ്റൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഒറ്റ ഘട്ടത്തിൽ, ഇപ്പം ഞാനൊരു കാറിൽ കുറച്ച് സാധനം നിങ്ങളെ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അവിടെ കൊണ്ട് നിർത്തി, അത് ഫുള്ള് തീർന്നു. അപ്പം ഞാൻ നാളെ വരുമോ? നാളെ വരില്ലേ? വീണ്ടും വരും. എന്താ? സാധനം ചിലവായി അല്ലേ? മൊത്തം പോയി. അതേ സമയത്ത് ചിലവായില്ലെങ്കിലോ വരുമോ? വരില്ല. അപ്പോൾ ഇത് ചിലവാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എക്സൈസ് വകുപ്പ് ഇത്തരം വിമുക്തി മിഷൻ പദ്ധതിയായിട്ട് 8ാം ക്ലാസ് മുതലുള്ള ഇനി ഉപയോഗിച്ച ആളുകളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, അവർ വിചാരിച്ചാൽ പറ്റും. പക്ഷെ ഇനി അതിലേക്ക് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഉപയോഗത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഈ ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് വിമുക്തി മിഷൻ. എക്സൈസ് വകുപ്പിന് കുറച്ച് അഴുക്കുണ്ടെങ്കിലും ആ അഴുക്ക് പിടിച്ച ചൂല് കൊണ്ട് തന്നെ അകം വൃത്തിയാക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ എക്സൈസുകാരെ തന്നെ ഇതിനെ ഒരു കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ മദ്യം പോലുള്ള മദ്യം ഉപയോഗിക്കാൻ ഒരു ആളുകൾ ഇല്ലാതിരുന്നാൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. അതൊക്കെ നിങ്ങളെല്ലാവരും സഹകരിക്കണം ഞങ്ങളോട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ജനൻ TV പോലുള്ള ഇത്തരം ആളുകളൊക്കെ ഇത്തരം ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ദൃഢപ്രതിജ്ഞ ചെയ്യുക, ഞാൻ എൻ്റെ തലമുറ, ഇനി വരുന്ന തലമുറ ഇതിലേക്ക് പോകാൻ സാധ്യതയില്ല, ഇനി ഇതിലേക്ക് പോകില്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും തീരുമാനിച്ചാൽ ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഗുഡ്. ഇനി അടുത്തത്. ഗുഡ് ആഫ്റ്റർനൂൺ സാർ, ഞാൻ ശ്രീലക്ഷ്മി സർ. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ ന്യൂസിൽ കുറേ കാണുന്നുണ്ട് ഈ ഡ്രഗ് കാരിയേഴ്സിനൊക്കെ വളരെയധികം പിടിക്കുന്നത്. എന്നാൽ ഈ ഡ്രഗ് കാരിയേഴ്സ് എല്ലാം ഒരു വലിയ നെറ്റ്വർക്കിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ വലിയ നെറ്റ്വർക്കിനെ ഇല്ലാതാക്കുന്നതിലൂടെയല്ലേ ഈ ലഹരിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാനിലൂടെ എങ്ങനെയാണ് ആ വലിയ നെറ്റ്വർക്കിനെ നമുക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുക? ഓക്കെ, ഇപ്പോൾ ഈ NDPS ആക്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, NDPS ആക്ട് സെൻട്രൽ ആക്റ്റാണ്. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും നിങ്ങളെ അറിയാൻ വേണ്ടി പറയുന്നത്, ഇപ്പോൾ പലപ്പോഴും ഈ കുട്ടി ചോദിച്ച ചോദ്യം പോലെ ഒരു ലഹരി വസ്തു പിടിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടി പോകുന്നു എന്നുള്ളൊരു സംശയമാണ് അവിടെ വന്നിരിക്കുന്നത് അല്ലേ? പെട്ടെന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു. NDPS ആക്റ്റിൽ ഒരു ലഹരി വസ്തു, ഒരു വസ്തു പേരൊന്നും പറയില്ല, 999 ഗ്രാമാണ് ഞങ്ങൾക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ അവന് ജാമ്യം കൊടുത്തേ പറ്റൂ. 1 കിലോൻ്റെ മുകളിൽ വേണം അവനെ എന്താക്കാൻ, ജയിലിലിടാൻ. പക്ഷേ സിന്തറ്റിക് ലഹരിയിൽ ഗംഭീര ആക്റ്റാണ് വന്നിരിക്കുന്നത്. സിന്തറ്റിക് ലഹരി, ഇപ്പോഴത്തെ രാസലഹരിയിൽ അത് ഞാൻ പറഞ്ഞില്ലേ 0.022 മില്ലിഗ്രാം പോലും കൈവശം വെച്ചാൽ 6 മാസം ജയിലിൽ വിടാൻ വേണ്ടിയിട്ടാണ് സെൻട്രൽ ആക്ട് പറഞ്ഞിരിക്കുന്നത്, NDPS ആക്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ഇതേ NDPS ആക്റ്റിൽ വേറൊരു ഡ്രഗ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, 999 ഗ്രാം ഞങ്ങളെ കൈവശം വെച്ച്, ഒരു 900 ഗ്രാം കൈവശം വെച്ചാൽ, അല്ലെങ്കിൽ 800 ഗ്രാം കൈവശം വെച്ച് കഴിഞ്ഞാൽ അവനെ ബെയിൽ കൊടുക്കണം. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം. പിന്നെ ഇതിൻ്റെ ഏറ്റവും അറ്റം വരെ നമുക്ക് നിർത്തണമെങ്കിൽ ഇന്ന് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ തമിഴ്നാട് സർക്കാരുമായും കർണാടക സർക്കാരുമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആയിട്ട് ബന്ധങ്ങൾ ചർച്ച നടത്തുന്നുണ്ട്.
അവിടെ തന്നെ അവിടെ നിന്ന് വരുന്നത് വേരിറക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും നമ്മളിപ്പോൾ ലിങ്കായിട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓപ്പറേഷൻ തൂഫാൻ്റെ പ്രകാരം അല്ലെങ്കിൽ ഓപ്പറേഷൻ തണ്ടർ പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും വേണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അടുത്തത് ഇനി ചോദിച്ചോ. ഒരു കുട്ടീൻ്റെ. എൻ്റെ പേര് ആദിനാഥ് കെ ഉണ്ണി ആൻഡ് ഞാൻ 11D പഠിക്കുന്നു. ഇപ്പോൾ ഞാൻ അബദ്ധവശാൽ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പിൽ പെട്ടു എന്നുണ്ടെങ്കിൽ ആൻഡ് അവര് എന്നെ ലഹരി ഉപയോഗിക്കാനായി പ്രേരിപ്പിക്കുന്നു, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എങ്ങനെയാണ് സേഫ്ലി അതൊന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റുക? എൻ്റെ ഈ ക്ലാസ് കൊണ്ട് നിനക്ക് അത് തോന്നിയില്ല? എൻ്റെ ഈ ക്ലാസ് കൊണ്ട് നിനക്ക് അത് തോന്നി? നോ അല്ലേ? സേ നോട്ടോ അവിടെ പറയണം. അപ്പോൾ നീ എന്നെ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ വിളി. ആരെ വിളിക്കണം? ആ നമ്പർ ഞാനിവിടെ കൊടുക്കാം. വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് ടീച്ചറോടത്ത് പറയാം. ഇപ്പം നിങ്ങളെ പ്രശ്നം എന്താണെന്നാണ്, നിങ്ങളൊരു ഡ്രഗ്സ് ഇതിലറിയാതെ പെട്ടുപോയി, നിങ്ങൾക്ക് അതിൽ നിന്ന് മാറണം അല്ലേ? അതിനെ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് സംവിധാനങ്ങൾ എക്സൈസ് വകുപ്പ് ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് രഹസ്യമായിട്ട് ഇപ്പോൾ അതിൽ പെട്ടുപോയി, അറിയാതെ പെട്ടുപോയി, എനിക്കതിൽ നിന്ന് മാറണം. അപ്പോൾ ബന്ധപ്പെട്ട രക്ഷിതാവിനോട് പറയാം, സാറേ രക്ഷിതാവ്, എൻ്റെ അമ്മ, ഞാൻ ഇതിൽ പെട്ടുപോയി, ഞാൻ ഇതിൽ നിന്നൊന്ന് മാറണമെന്നുണ്ട്. അപ്പോൾ നേരെ അതിനുള്ള സംവിധാനം രക്ഷിതാക്കൾ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളോട് പറയും. ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇനി ആരും അറിയാതെ ഇതിൽ നിന്നും മാറണമെങ്കിൽ ആ 4 കൂട്ടുകെട്ടുണ്ടാവുമല്ലോ, 4 പേരുണ്ടാവുമല്ലോ, ഈ 4 പേരെ കുറിച്ച് രഹസ്യമായിട്ട് എക്സൈസിനെയും പോലീസിനെയും അറിയിക്കുക. എന്ത്, ഇന്ന സ്ഥലങ്ങളിലാണ് അവർ വാങ്ങിക്കുന്നത്, എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണം. രഹസ്യമായിട്ട് അവരറിയാതെ തന്നെ രഹസ്യ വിവരം കൊടുക്കുക. ആ 4 പേരുടെയും ഡീറ്റെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് അന്വേഷിച്ച് കണ്ടെത്തി അവർക്കെതിരെ കേസെടുക്കും. നിനക്ക് അവരെ കേസെടുക്കാൻ മാത്രമല്ല, അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കുട്ടികൾ, അപ്പം നിന്നെ പോലത്തെ കുട്ടികളാണല്ലോ, അപ്പോൾ അവരെ നേർവഴിയിലേക്ക് എങ്ങനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതും കൂടി നമ്മൾ ആലോചിച്ചിട്ടേ എന്ത് ചെയ്യുള്ളൂ, കേസെടുക്കുള്ളൂ. കേസ് ആദ്യം പോയി കേസെടുക്കില്ല, പ്രീ കൗൺസിലിംഗ് കൊടുത്ത് അവരെ കൗൺസിലിങ്ങിനൊക്കെ കൊടുത്ത് അവരെ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ കാണിച്ച് ഡോക്ടേഴ്സിനൊക്കെ കാണിച്ച് അപ്പോൾ നിനക്ക് മാറണം എന്നുണ്ടെങ്കിൽ ആ മാറുന്ന കാര്യം രക്ഷിതാവിനെ അറിയിക്കുക, അല്ലെങ്കിൽ അടുത്ത ആളുകളെ അറിയിക്കുക. എന്നിട്ട് ആ രക്ഷിതാവ് പറയേണ്ടത് ഇതൊക്കെ എങ്ങനെ പുറത്ത് പറയുക എന്നുണ്ടെങ്കിൽ അതിനാണ് ഞാൻ പറഞ്ഞ നമ്പർ 14405 വിളിച്ച് ടെലി കൗൺസിലിംഗ് ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് അവിടുത്തെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചാൽ നിനക്ക് മാറാൻ പറ്റും കേട്ടോ. സമയക്കുറവുകൊണ്ട് മാത്രമാണ് ഒരു